ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വേദഭാഗങ്ങളെ നമ്മുടെ ചിന്തക്ക് ആധാരമാക്കിക്കൊണ്ട് വായിക്കാം. ദാനിയേൽ 2:30 മുതൽ. എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊരുത്തിനേക്കാളും അധികമായ ജ്ഞാനം ഒന്നും ഉണ്ടായിട്ടില്ല. രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിനും തിരുമനസ്സിലെ വിചാരം തിരുമനസ്സുകൊണ്ട് അറിയേണ്ടതിനുമത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമരം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടും ആയിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുമുള്ള കാലിൽ അടിച്ചു തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമരവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും താങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതത്രേ സ്വപ്നം. അതെ, അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി ദൈവത്തിന് മഹത്വം. ഞങ്ങൾ നസ്രായനായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ ഒരു പ്രത്യയശാസ്ത്ര മേഖലയിൽപ്പെട്ടവരെയോ അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ല. അതിലൊക്കെ എന്തോ കുറവുണ്ട്, അതിലൊക്കെ എന്തോ കുഴപ്പമുണ്ട് എന്നൊരു വിമർശനവും ഞങ്ങൾക്കില്ല. മതങ്ങളാകട്ടെ രാഷ്ട്രീയ ചിന്തകളാകട്ടെ സതുദ്ദേശപരമായി രൂപവൽക്കരിക്കപ്പെട്ടതാണ്. വിയോജിപ്പുകളുണ്ടാകാം. ഞങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുന്ന ഇടത്ത് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ, ഇത് മതപരിവർത്തന ശ്രമമാണ് നടത്തുന്നത്. മതപരിവർത്തനം ഇന്ത്യയിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞങ്ങൾ ആ പർട്ടിക്കുലർ ടെർമിനോളജി, ആ പദപ്രയോഗത്തോട് വിയോജിപ്പുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിലുള്ള വിശ്വാസം ഒരു മതമല്ല. പക്ഷെ മതം എന്ന നിലയിൽ സമൂഹം അതിനെ പരിചയപ്പെടുത്തുന്നത് കൊണ്ട് അങ്ങനെ പറയാതിരിക്കാനും വയ്യ. അസംബ്ലീസ് ഓഫ് ഗോഡെന്നും ചർച്ച് ഓഫ് ഗോഡെന്നും IPC എന്നൊക്കെയുള്ള പേരിൽ ഒരേ ഉപദേശം ഹോൾഡ് ചെയ്തുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് മതം എന്ന ഒരു പദത്തിൻ്റെ തലക്കെട്ടിൽ ക്രിസ്തുവിശ്വാസത്തെ ഒതുക്കാൻ കഴിയാത്തതിൻ്റെ, പരിമിതപ്പെടുത്താൻ കഴിയാത്തതിൻ്റെ കാരണങ്ങൾ ചിലത് പറയാം. മതം ആ പദത്തിന് അഭിപ്രായം എന്നാണ് അർത്ഥം, നമുക്കറിവുള്ളൊരു അർത്ഥം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഞങ്ങളുടെ ഗുരുവായ ആചാര്യനായ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ യേശുക്രിസ്തു ജീവിതത്തിൽ ഒരിക്കലും അഭിപ്രായമേ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ബൈബിളിൽ കാണിക്കാമോ, ഇതാണ് എൻ്റെ അഭിപ്രായം. യേശു അഭിപ്രായം പറയാത്ത ഒരാളാണ്. ഉറപ്പിക്കുക ആ കാര്യം. അവിടുന്ന് ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും മാത്രം മൊഴിഞ്ഞിട്ടുണ്ട്. അഭിപ്രായമില്ല. ആ വാക്കുകളും ഒരു അഭിപ്രായ പ്രകടനമല്ല, അന്തിമ വിധി പോലെയാണ് ആ വാക്കിൻ്റെ വിശകലനത്തെല്ലാം കിടക്കുന്നത്. രണ്ടാമതായി, മതം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് ദൃശ്യമായ ചില സവിശേഷതകൾ കാണണം. ഒരു ഹെഡ് ക്വാർട്ടറും അനുബന്ധ സംഭവങ്ങളും ചില ആചാരങ്ങളും ഒരു ഏതെങ്കിലും തരത്തിലെ അനുഷ്ഠാനങ്ങളും വിശേഷ ദിവസങ്ങളും ആഘോഷങ്ങളുമൊക്കെ കൊണ്ട് മതം സമൃദ്ധമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു തീർത്ഥാടന കേന്ദ്രമില്ല. യെരുശലേം ഉൾപ്പെടെ കർത്താവായ യേശുക്രിസ്തു പിറവി കൊണ്ട ബേത്ലഹേം വളർന്ന
നസറത്ത്, അവിടുന്ന് മരിച്ച കാൽവറി, അവിടുന്ന് പ്രവർത്തിച്ച ജെറുസലേം, ഇവയൊന്നും ഞങ്ങൾക്ക് ഈ പഴയന്നൂരിനേക്കാൾ എന്തെങ്കിലും വിശേഷതയുള്ള സ്ഥലങ്ങളുമല്ല. ആ സ്ഥലത്തിന് ചരിത്ര പ്രാധാന്യമുണ്ട്. അതിനപ്പുറത്ത് ആ സ്ഥലത്തെന്തോ ഒരു ശക്തി വ്യാപരിക്കുന്നെന്നും അതൊരു ഹോളി ലാൻഡ് എന്നും വിളിക്കാൻ ഞങ്ങൾക്കാവില്ല. ബൈബിൾ ജെറുസലേമിനെ വിളിക്കുന്നൊരു പേരുണ്ട്. ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതും തങ്ങളുടെ കർത്താവ് മരിച്ചു കിടന്നതുമായ സ്ഥലം. അപ്പം അത് ഹോളി ലാൻഡല്ല. ഈ ഹോളി ലാൻഡെന്ന് സഹോദരവർഗ്ഗങ്ങളിൽ ആരെങ്കിലും പറയുന്നെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് എടുത്താൽ മതി. അത്രേ ഉള്ളൂ. ഭൂമിയിലൊരു സ്ഥലം ക്രൈസ്തവരുടെ പ്രിയപ്പെട്ടതാണ് എന്ന് പറയത്തക്ക വിധത്തിലൊരു സ്ഥലമില്ല. ആഴ്ചയിലെ ഏതെങ്കിലും ദിവസമാണ് ക്രൈസ്തവരുടേതെന്ന് പറയത്തക്ക വിധം ഒരു ദിവസമില്ല. ചിലർക്ക് സംശയം ഞായറാഴ്ചയാണോ നമ്മുടെ ദിവസം. വാസ്തവത്തിൽ അങ്ങനെയും ഒരു കാര്യമില്ല. ഞായറാഴ്ച വിശുദ്ധ സഭായോഗം കൂടുന്നു എന്നതൊഴിച്ചാൽ അതിന് വേറെ പ്രാധാന്യമൊന്നുമില്ല. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ ദിവസം എന്ന അളവിൽ ആ ദിവസം സഭ ഒത്തുകൂടി വിശുദ്ധ സഭായോഗം ആചരിച്ചു എന്ന പാരമ്പര്യത്തെ ആധാരമാക്കിക്കൊണ്ട് നമ്മളെന്നാണ് ഒത്തുകൂട്ടുക. എന്നാൽ ഇതും ഒരു നിയമമല്ല. കാരണം ഗൾഫിൽ നമ്മുടെ സഭകളൊക്കെ പ്രവർത്തിക്കുന്നത് വെള്ളിയാഴ്ചയാണ്, അവരുടെ ഹോളിഡേ എന്നാണ്. അവിടെ എന്നാണ് ആരാധന. നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന ആരാധന വെള്ളിയാണ് എന്നതുകൊണ്ട് അവിടുത്തെ ആത്മീക ചൈതന്യത്തിനൊരു കുറവുമില്ല. അപ്പോൾ ആ ദിവസം പ്രസക്തമല്ല. ഇനി മറ്റൊന്ന്, മതസ്ഥരാകട്ടെ രാഷ്ട്രീയ ചിന്തകരാകട്ടെ ഇവർക്കൊക്കെ ഏതെങ്കിലും ഒരു നിറം തങ്ങളുടെ കൊടിക്കൂറയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കും. ഏതെങ്കിലും ഒരു നിറം. ഞങ്ങൾക്കങ്ങനെ ഏതെങ്കിലും ഒരു നിറം, ഒരു കൊടിക്കൂറ പാറിക്കളിക്കുന്ന അത്തരമൊരു വൈജയന്തി ഞങ്ങളുടെ മുമ്പിൽ ഇല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലൊരു സ്ഥലത്തോടോ ഒരു കൊടിക്കൂറയോടോ ഒരു നിറത്തോടോ ഒരു മേഖലയോടോ ഒരു വിശേഷ ദിവസത്തോടോ പ്രത്യേകിച്ച് ഏതെങ്കിലും വിധത്തിൽ വിധേയത്വമില്ലാത്ത ഒരു സമൂഹമാണ്. ഞങ്ങളുടെ ഈ സവിശേഷതയൊക്കെ ലോകം പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പലപ്പോഴും ഞങ്ങൾ ലഘുലേഖ കൊടുക്കാനും പ്രസംഗിക്കാനും ഒക്കെ നിൽക്കുമ്പോൾ എന്തോ ഒരു വിരോധം മുൻനിർത്തി സഹോദരങ്ങൾ ഇടപെടാറുണ്ട്. തെറ്റിദ്ധാരണ കൊണ്ടാകണം. കുമ്പനാടുള്ള ഞങ്ങളുടെ കൺവെൻഷൻ്റെ പ്രായം 1 നൂറ്റാണ്ട് കഴിഞ്ഞു. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ സൂപ്രണ്ടാണ്, പ്രസിഡൻ്റാണ് ഇന്നലെ വന്ന ദേവദാസൻ. ആ കൺവെൻഷൻ ഇപ്പോൾ അടൂരാണ് നടക്കുന്നത്. ആ കൺവെൻഷൻ ആരംഭിച്ചത് പുനലൂരാണ്. അതും 1 നൂറ്റാണ്ട് കഴിഞ്ഞു. ചർച്ച് ഓഫ് ഗോഡ് ആ മഹാപ്രസ്ഥാനത്തിൻ്റെ കൺവെൻഷനും 100 ആണ്ട് കഴിഞ്ഞു. 10,000-കണക്കിന് ആളുകൾ ഈ കൺവെൻഷനുകളിൽ പങ്കെടുക്കും. നാളിതുവരെയുള്ള ചരിത്രത്തിൽ പോലീസിന് ഒരു പെറ്റി കേസ് പോലും രജിസ്റ്റർ ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ സമൂഹം കാണണ്ടേ? സ്തോത്രം. വഴിയിലൊക്കെ പോലീസ് നിയന്ത്രിക്കാൻ കാണും, ഇവിടെ എങ്ങും പോലീസ് ഉണ്ടാവില്ല. അതെന്താ കാര്യം? വെട്ടുക്കിളിക്ക് രാജാവില്ല, പക്ഷേ അവ അണിയണിയായി പറക്കും. അതാണ് കാരണം. ഇതൊക്കെ നമ്മളിൽ ഇൻബിൽറ്റാക്കി വെച്ച ചില ക്വാളിറ്റികളാണ്. പ്രസംഗർ പലപ്പോഴും വന്ന് ഇത്തരം വേദികളിൽ നമ്മുടെ ദോഷം തന്നെയാണ് പൊതുജനത്തെയും പറഞ്ഞറിയിക്കുന്നത്. നമുക്ക് ചില ക്വാളിറ്റികളുണ്ടെന്നേ, നമുക്ക് ചില യോഗ്യതകളുണ്ട്, ഇനിയുമുണ്ട് ചില സവിശേഷത. ഈ മഹാപ്രസ്ഥാനത്തെ അസംബ്ലീസ് ഓഫ് ഗോഡിനെ സുദീർഘ വർഷങ്ങൾ നയിച്ച, അതിൻ്റെ സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ നേതൃത്വം വഹിച്ച ഒരു കർത്തൃദാസൻ്റെ പേര് റവറൻഡ് അബ്ദുൽ കരീം എന്നായിരുന്നു. വളരെ മഹാനായ ഹമ്പിളായൊരു ദൈവദാസൻ. അപ്പോൾ അബ്ദുൽ കരീം എന്ന് പറയുന്നൊരു ദൈവദാസന് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പാസ്റ്ററായി ഇതിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിക്കാൻ ഒരു തടസ്സമില്ല, ഒരു പ്രയാസമില്ല. സ്തോത്രം. ഇനി സുദീർഘ വർഷങ്ങൾ IPCയെ നയിച്ചൊരു ദൈവദാസൻ്റെ പേര് ജോൺ സുന്ദർ റാവു എന്നാണ്. ഈ ജോൺ സുന്ദർ റാവു എന്ന് പറയുന്ന ആൾ ഒരു ആന്ധ്രാപ്രദേശിലെ ദലിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ പോലൊരാൾ മഹത്തായ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ നയിച്ചു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുരുതരമായ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അല്ല. ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൻ്റെ കീഴിൽ അണിനിരന്നു. ഇനിയും പഠിക്കുക. ഏറ്റവും അധികം ഈ പ്രസ്ഥാനത്തിൻ്റെ ഈ വിശ്വാസധാരയുടെ ചില പ്രത്യേകതകളുണ്ട്.
എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യർ. ഞങ്ങൾക്ക് ഷാരോൺ ഫെലോഷിപ്പ് എന്നൊരു സഭയുണ്ട്. അതിൻ്റെ സ്ഥാപകൻ തമിഴ്നാട്ടിൽ നിന്ന് കേരളക്കരയിലേക്ക് പലായനം ചെയ്തു വന്ന നായർ വിഭാഗത്തിൽപ്പെട്ട പിൽക്കാലത്ത് ജോൺ അയ്യാപിള്ള എന്ന പേരിൽ അറിയപ്പെട്ടൊരു കർത്തൃദാസനാണ്. ജോൺ അയ്യാപിള്ള സാറിൻ്റെ മകൻ ഡോക്ടർ PJ തോമസ് ഷാരോൺ സഭയുടെ സ്ഥാപകനായിരിക്കുന്നു. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡറാണ്, PhD ഹോൾഡറാണ്. ഇനി ഇതെല്ലാം പോട്ടെ. ഇന്ത്യയിൽ പെന്തക്കോസ്തലിസത്തിന് ആരംഭം കുറിച്ചത് ചിത്പവൻ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട ഒരു സഹോദരിയുടെ പ്രാർത്ഥന മുറിയിൽ നിന്നാണ്. ഞാനും എൻ്റെ വൈഫും ചില ആഴ്ചകൾക്കപ്പുറത്ത് ഈ സ്ഥലം ഒന്ന് കാണാൻ പോയി. പൂനെയിലാണ്. ഏതാണ്ട് 360 ഏക്കർ ഭൂമിയിൽ വ്യാപിച്ച് കിടക്കുന്ന ഈ സ്ഥലത്ത് കഷ്ടിച്ച് 4 അടി പൊക്കമുള്ള ഒരു സ്ത്രീ, 4 അടി പൊക്കമുള്ള ഒരു സ്ത്രീയെ എത്രയധികം ബോഡി ഷേമിങ് നടത്തുന്നൊരു നാടാണ് നമ്മുടെ ലോകമെന്ന് മനസ്സിലാക്കുക. അത്തരം വെല്ലുവിളികളെ ഒന്നും ഗൗരവത്തിലെടുക്കാതെ പ്രവർത്തിച്ചു. അവരെ മുഴുവൻ പേര് പണ്ഡിത രമാബായി സരസ്വതി എന്നാണ്. പണ്ഡിത രമാബായി സരസ്വതി എന്ന ഈ സഹോദരി ബ്രാഹ്മണ സമൂഹത്തിലെ ചിത്പവൻ എന്ന സമൂഹത്തിൽപ്പെട്ട ആളാണ്. ചിത്പവൻ ബ്രാഹ്മണരിലെ കൂടിയ ആളുകളാണ്. ഗാന്ധിജിയെ വെടിവെച്ചൊന്ന ഗോഡ്സെ ചിത്പവനായിരുന്നു. ആ കുലത്തിൽ ജനിച്ച ഒരു സഹോദരി ഒരിക്കലായി യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഹല്ലേലൂയ. സതി നിരാകരിച്ച ആയിരക്കണക്കിന് പെൺകുട്ടികളെ സതിയുടെ ചിതയിൽ എരിയാതെ ഓടി വനത്തിലുമൊക്കെ രക്ഷപ്പെട്ടവരെ ചേർത്തണച്ച് കൈകാലുകൾ തളർന്നവരെ ബുദ്ധിമാന്യം സംഭവിച്ച സ്ത്രീകളെയൊക്കെ തിരഞ്ഞെടുത്ത് മുക്തി മിഷൻ എന്നറിയപ്പെടുന്ന തൻ്റെ സ്ഥാപനത്തിൽ കരകൗശല വിദ്യകളും തയ്യലുമൊക്കെ അഭ്യസിപ്പിച്ച് പഠിപ്പിച്ചു. ഇത് അവരുടെ സ്ഥാപനത്തിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ രേഖാമൂലമുള്ള ഉണർവിൻ്റെ താപജ്വാലകൾ പ്രത്യക്ഷപ്പെട്ടത്. ഞങ്ങൾ പാടുന്ന, പറയുന്ന, ആരാധിക്കുന്ന അന്യഭാഷാ ഭാഷണത്തിന് അത്തരമൊരു സഹോദരിയെ ദൈവം കരങ്ങളിലെടുത്തു. ഈ സഹോദരിയെപ്പറ്റി അറിയാത്തവരോട് ഒന്നുകൂടി പറയാം. ഇന്ത്യയിലാദി പണ്ഡിറ്റ് എന്ന ബിരുദം കിട്ടിയ ആളാണ് രമാബായി. ഞാൻ അടുത്ത കാലത്ത് മനസ്സിലായ നെഹ്റു പോലും ഈ പണ്ഡിറ്റ് ഓണററി ആയിരുന്നു. പക്ഷേ ആർജിതമായി പണ്ഡിറ്റ് എന്ന ബിരുദം ഇന്ത്യയിലാദ്യം കിട്ടിയ ആളാണ് രമാബായി. തീർന്നില്ല. 1960 ഇന്ത്യ മഹാരാജ്യം ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിക്കൊണ്ട് ഈ മാന്യ സ്ത്രീരത്നത്തെ ആദരിച്ചു. സ്ത്രീ സമാജത്തിലുമൊക്കെ പങ്കെടുക്കുന്ന നമ്മുടെ സഹോദരിമാരുണ്ട്. അത് ഈ അയൽക്കൂട്ടം പോലെ ആക്കിക്കളയാതെ, മനസ്സിലായില്ലേ? തൊഴിലുറപ്പ് പോലെ ആക്കരുത്. നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളണം. പണ്ഡിത രമാബായിൽ നിന്ന് രാജ്യം ആദരിച്ചു. അത് മിക്ക ആളുകളും തങ്ങളുടെ ആചാര്യന്മാരുടെ ഈ സ്റ്റാമ്പൊക്കെ വരാൻ സമരം ചെയ്താക്കുന്നു. ഞങ്ങൾക്ക് എങ്ങാണ്ട് സമരമുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ സമരം? നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഞങ്ങൾ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നത്, സെക്രട്ടേറിയറ്റ് വളയുന്നത്, പിക്കറ്റിങ് നടത്തുന്നത്? നമുക്കൊന്നും ഇല്ല. നീ മാത്രമല്ല, രാജ്യനിയമം പൂർണ്ണമായി പാലിക്കണം. അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഏത് പാർട്ടി രാജ്യം ഭരിച്ചാലും ആ സർക്കാർ ഞങ്ങളുടേതാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കണം. അതിന് ബൈബിളിൽ തെളിവുണ്ടെന്ന്, ചുമ്മാ അല്ലെന്നേ. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, MP, MLA ഒക്കെ ആരുടെയാണ്? നമ്മുടെയാണ്. വചനം പറയുക, അത്യുന്നതൻ ഇഷ്ടമുള്ളവർക്ക് രാജ്യത്വം കൊടുക്കുന്നു. രേഖാമൂലം ഒരു ആധ്യാത്മിക ഗ്രന്ഥത്തിൽ നിങ്ങളുടെ ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എഴുതി വെച്ച ഒറ്റ കൃതിയെ ലോകത്തുള്ളൂ. ഒറ്റ കൃതി. അല്ലേ കാണിച്ചു തന്നാൽ തിരുത്തിയേക്കാം. അത് ബൈബിളാണ്. വെറുതെ അല്ല പറയുന്നത്. വിശേഷാൽ അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. എസ്പെഷ്യലി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത്തരമൊരു പവിത്ര ഗ്രന്ഥമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. സന്തോഷമുണ്ടോ? ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ്. ഹിന്ദി രാഷ്ട്രഭാഷയാക്കണമെന്ന് കമ്മീഷൻ്റെ മുമ്പിൽ ആദ്യം തുറന്നടിച്ച് സ്ഥാപിച്ച് സംസാരിച്ചത് ഈ പണ്ഡിത രമാബായി ആയിരുന്നു. കിൻഡർ ഗാർട്ടൻ സ്കൂള് ഇന്ത്യയിൽ ആദ്യം രൂപപ്പെടുത്തിയത് ഈ സഹോദരിയായിരുന്നു. ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങളെ അറിയില്ലാത്ത ആൾക്ക് വേണ്ടി ഇത് പരിചയപ്പെടുത്തിയതാണ്. ഞാനിതിൻ്റെ ഇടയ്ക്ക് പ്രസംഗിച്ച ഒരു ഭാഗം ക്ലിപ്പായിട്ട് നമ്മുടെ അമൃത TV ഇടയ്ക്ക് ട്രോൾ ചെയ്ത് വരാറുണ്ട്. സന്തോഷമുള്ളൂ, കുഴപ്പമൊന്നുമില്ല.
നമ്മൾ എത്രയോ പേരെ വിമർശിക്കുന്ന തിരിച്ചത് കേൾക്കണം. അതിലെന്താണെന്ന് വെച്ചാൽ, ഞാനൊരു യോഗത്തിന് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ മന്ത്രിയൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഈ മന്ത്രിമാരാദ്യം വന്ന് പ്രസംഗിച്ചങ്ങ് പോവും, നമ്മൾ പറയുന്നതൊന്നും കേൾക്കാനിരിക്കില്ല. പക്ഷേ അന്നെന്തോ മിനിസ്റ്റർ അവിടെ ഇരുന്നു, എനിക്ക് പ്രസംഗിക്കാൻ സമയം തന്നു. മിനിസ്റ്റർ പറഞ്ഞു ഞാൻ കുറേ കേട്ടിട്ടേ പോകുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട സാർ, നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം, ദയവായിട്ട് ഞങ്ങളുടെ ആലയങ്ങൾ കൂടി ഒന്ന് റെയ്ഡ് ചെയ്യണം. ഞങ്ങളുടെ കുമ്പനാടും മുളക്കുഴി പാക്കിലും കോഴിക്കോടും ഒക്കെ ഉള്ള ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടറുകൾ എന്താ പറയാനെന്ന് അറിയണ്ടേ. ആ ഇടയ്ക്ക് ചില മതസ്ഥാപനങ്ങളിൽ നിന്ന് മാരകായുധങ്ങൾ കണ്ടെത്തിയ വടിവാളും ബോംബും ഒക്കെ വച്ചിരിക്കുകയാണ്. നിങ്ങളെ ശ്രദ്ധിക്കാത്ത കഷ്ടമാണ്. നിങ്ങൾ ഞങ്ങളുടെ പള്ളിയിൽ നിന്നൊരു പ്രയോഗമില്ല, കമ്മ്യൂണിക്കേഷന് പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് റെയ്ഡ് ചെയ്യണം. എന്തിനാണെന്ന് അറിയണ്ടേ. ധൈര്യമുണ്ടോ അവിടുന്ന് ഒരു കൊച്ചു പിച്ചാത്തി എടുക്കാൻ? ധൈര്യമുണ്ടോ അവിടുന്ന് ഒരു പിടി വെടിമരുന്നെടുക്കാൻ? മതത്തിൻ്റെ പേരിൽ, ആധ്യാത്മികതയുടെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു ഓലപ്പടക്കം പോലും പൊട്ടിക്കാത്ത ഒരൊറ്റ സമൂഹം ഉലകത്തിലുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ അനുഗാമികളായ, യേശുവിൻ്റെ ദാസന്മാരായ നമ്മുടെ സമൂഹമാണ്. സന്തോഷിക്കണം. അപ്പം നിങ്ങൾ ഞങ്ങളുടെ ഈ കൊട്ടും തുള്ളലും പാട്ടുമൊക്കെ കണ്ട് മാത്രം വിലയിരുത്താതെ ഞങ്ങൾക്ക് ഇങ്ങനെ ചില സൗന്ദര്യമുണ്ടെന്ന്. പിന്നെ അപ്പോൾ അതിനായി ഈ കൺവെൻഷനൊക്കെ വിളിച്ച് അടുത്ത വർഷമാകുമ്പോൾ ഇത് കുറേ കൂടെ അനുഗ്രഹിക്കപ്പെടണം. നാട് അനുഗ്രഹിക്കപ്പെടാനായി പ്രാർത്ഥന. മദ്യപാനി അതൊക്കെ നിർത്തണം. അടുത്ത കാലത്ത് ഞാൻ ഒരു ഓർത്തഡോക്സ് അച്ഛൻ്റെ ബ്രദറിനെ സ്ഥാനപ്പെടുത്തി. ക്ഷമിക്കണം അങ്ങനെ പറഞ്ഞതിൽ. ഞാൻ എല്ലാ സഭയുടെയും കൺവെൻഷനൊക്കെ പോകുന്ന ആളാണ് പ്രസംഗിക്കാൻ. അവിടെ അങ്ങനെ ഓർത്തഡോക്സ് എന്നോ യാക്കോബയെന്നോ അങ്ങനെയൊന്നുള്ള വിഭാഗീയത കൊണ്ട് പറഞ്ഞല്ല. എന്നാൽ ഈ പയ്യൻ സ്ഥാനപ്പെടാൻ നേരം വലിയ പ്രശ്നം, വല്ലാത്ത വിഷയം. അവസാനം പുള്ളി പറഞ്ഞ് ഞാൻ രഹസ്യത്തിൽ മുങ്ങിയേക്കാം. ഞാൻ പറഞ്ഞു ആ പണിയൊക്കെ കൈവച്ചു, നിന്നെ പരസ്യമായിട്ടേ മുക്കുന്നുള്ളൂ. ചില ഭാവികളെ അങ്ങനെ മുക്കിയാലേ ഈ ചെളി മുഴുവൻ പോകത്തുള്ളൂ. അതിനാണ് ഒളിച്ചും പാത്തും ചെയ്യേണ്ട അല്ലിത്. അവന് സന്തോഷമായി. കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഈ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ അവനെ പ്രാർത്ഥിച്ചു വിടണം. കാരണം ഇവൻ മഹാ കുടിയനും തല്ലിപ്പൊളിയായിരുന്നു. ഈ തല്ലിപ്പൊളിയായി പയ്യൻ ഈ തരത്തിലൊക്കെ പോയപ്പോഴൊന്നും അച്ഛൻ്റെ ഇടപെടൽ കൊണ്ട് ഫലം ഉണ്ടായില്ല. ഞാൻ എന്താ ഗ്യാരണ്ടി തരിക, ഇവനെ എങ്ങാനും ഇനി കുടിച്ച് കണ്ടാൽ എന്നോട് ചോദിച്ചാൽ മതി. അച്ഛന് വലിയ സന്തോഷമായി. പുള്ളി പ്രാർത്ഥിച്ചു വിട്ടു. എൻ്റെ സഭയിൽ കൂടുന്നുണ്ട്, എൻ്റെ വൈഫൊക്കെ വന്നിട്ടുണ്ട്. സ്തോത്രം. ഒരു വർഷം കഴിഞ്ഞു. ആലയത്തിലൊക്കെ വന്ന് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. അപ്പം ഞങ്ങളെന്താ ഈ ദേശത്ത് ചെന്ന ദോഷം എന്താണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. എങ്ങനെയാണിത് വളരുന്നതെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി. അതിന് കാരണം ഇത് വളരുന്നതിന് അങ്ങനെ സാമൂഹികമായ ഇടപെടൽ മാത്രമല്ല, അതിന് കാരണമുണ്ട്. അവിടെ പറഞ്ഞിട്ടിലേക്ക് വരാം. ഈ വഴിയിലൂടെ ഏബ്രഹാം സാർ വരും മുമ്പ്, വിൽസം പാസ്റ്റർ വരുന്നതിന് മുമ്പ്, റജിസ പാസ്റ്റർ വരുന്നതിനൊക്കെ മുമ്പ്, പാസ്റ്റർ പോൾമാള ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് ദൈവവൃത്യന്മാർ ഈ ബൈബിളൊന്ന് വെക്കാൻ ഇടയില്ലാതെയും ഒരു ചായ കുടിക്കാൻ ശേഷിയില്ലാതെയും ലഘുലേഖ കൊടുത്തും കഷ്ടപ്പെട്ടും വിയർത്തും ഇതുവഴി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നിതിലെ ഇങ്ങനെയൊക്കെ പോകും പ്രവർത്തനം ഒരു പ്രവൃത്തിയും വൃഥാവല്ല. ഒരു ട്രാക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും വൃഥാവല്ല. ഒരു പരസ്യവത്തി പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ കേൾപ്പവരാരുമില്ലെങ്കിലും മനുഷ്യപുത്ര നീ കാറ്റിനോട് പ്രവചിക്ക, അവർ കേട്ടിരിക്കും. കാലമേറെ കഴിയുമ്പോൾ അതിൻ്റെ ഫലം കൊയ്യും നമ്മൾ. അല്ല, ഏബ്രഹാം സാർ ഇന്നലെ ചെയ്തതിൻ്റെ റിസൾട്ടല്ലിത്, ആരോ പണ്ട് ചെയ്തതിൻ്റെ റിസൾട്ടായത്. കണ്ട് വിഷമിക്കരുത്. ഇന്ന് നമ്മൾ വിതയ്ക്കുക, കാലമേറെ കഴിയും മുമ്പ് ഒരു പുതുതലമുറ ഇതുവഴി കൊയ്ത്തിന് വരും. വലിയ മഴയുടെ മുഴക്കമുണ്ട് കാതുകളിൽ. അത് കേൾക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മെഡിറ്ററേനിൽ നിന്ന് കൈപൊങ്ങുന്നത് പോലെ ഒരു കരം പൊങ്ങി വരുമ്പോൾ പ്രവാചകൻ പറയുക, വലിയ മഴയുടെ മുഴക്കം. അന്തരാത്മാവിൽ ദർശനത്തിന്റെ ജ്വലനമുള്ളവർക്ക് മാത്രമേ കാതുകളിൽ ആ മുഴക്കം കേൾക്കാൻ സാധിക്കൂ. ഈ ചേലക്കരയുടെ മണ്ണിൽ, ഈ ഭൂപ്രദേശത്ത്, പരിസര പ്രദേശങ്ങളിൽ നസ്രയനായ യേശുവിന്റെ സുവിശേഷം
ഒരു വലിയ മാരിയായി അതിൻ്റെ റിസൾട്ട് പെയ്തിറങ്ങുന്ന കാലത്ത് കൊയ്തെടുക്കാൻ ഒരു പുതുതലമുറ ഇതുവഴി വരുമെന്ന വിശ്വാസത്തോടുകൂടി ഞങ്ങളെ ഉദ്ധരിച്ച, ഞങ്ങളെ വിടുവിച്ച, സ്വന്തം രക്തം നൽകി വീണ്ടെടുത്ത നസ്രായനായ യേശു എന്ന ഉലകരക്ഷകനെ രക്ഷിതാവും കർത്താവുമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ സുവിശേഷത്തിന്റെ ആമുഖ സന്ദേശം ഇങ്ങനെ പറയട്ടെ: മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് നേരെ വചനത്തിലേക്ക് കടക്കണം. സന്തോഷമല്ലേ? ശ്രദ്ധിച്ചിരിക്കണം. ഞങ്ങളെല്ലാം പഠിപ്പിച്ച രീതി സുവിശേഷം പ്രസംഗിക്കാനാണ്. സഭയ്ക്കകത്തെ പ്രസംഗം വേറൊരു തലമാണ്. ഞങ്ങളിനി സഭയ്ക്കകത്ത് പ്രസംഗിച്ചാലും സുവിശേഷം വന്നു പോകും. അങ്ങനെയാണ്. ശരിക്കും അറിയാവുന്ന സുവിശേഷം പറയാനാണ്. അത് പറയുന്ന പഠനം കൊണ്ടല്ല, അതൊരു ബേഡനാണ്. ഞങ്ങളോട് പറഞ്ഞിട്ടും പഠിപ്പിച്ചിട്ടുമുള്ളത് ഞങ്ങളുടെ പ്രിൻസിപ്പളായിരുന്നെങ്കിലും ബഹുമാനപ്പെട്ട എബ്രാഹിം സാറാണെങ്കിലും സീനിയർ സ്റ്റുഡൻസും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ബേഡനില്ലെങ്കിൽ പ്രസംഗിക്കരുതെന്നാണ്. ആത്മഭാരം എന്ന് മലയാളത്തിൽ പറയും. ആ ഭാരം നമുക്കിന്ന് ഒരുമിച്ച് ഏറ്റെടുക്കണം. ഈ ദേശത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ച് വലിയ വിടുതലിലേക്ക് നയിക്കാനുള്ള ദൈവകൃപ നമ്മിലെല്ലാം ദൈവം തന്നിട്ടുണ്ട്. ഉണർന്ന് പ്രവർത്തിച്ചേ, ഉണർന്നൊന്ന് ജാഗരിച്ചേ. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിൾ അതിൽ ഇതെങ്ങനെയാണ് ദൈവവചനമാകുന്നത്? ഞാൻ ഈ സംവാദങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളാണെന്നറിയാലോ. ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന എതിർപക്ഷത്തുള്ളവരൊന്നും ശത്രുക്കളല്ല. ഈയിടയ്ക്കൊരു സംവാദത്തിൽ എതിർപക്ഷത്ത് വരുന്ന ഒരു പ്രിയ സുഹൃത്തിനെ കണ്ടു. ഇപ്പോഴത്തെ പേര് പറയുന്നതിന് കുഴപ്പമില്ല. MC അബ്ദുൽ നാസർ എന്ന് പറയും. ഞങ്ങൾ രണ്ടുകൂടെ വഴി കണ്ടു. പെട്ടെന്ന് കാറ് നിർത്തി അദ്ദേഹം ഓടി ഒന്ന് കെട്ടിപ്പിടിച്ചു. ചുംബിച്ച് കെട്ടിപ്പിടിച്ച് ചായയൊക്കെ കുടിച്ചിട്ടാണ് പിരിഞ്ഞ്. നിങ്ങളീ കാണുന്ന പോലെ അടിയൊന്നും അവിടെ ഒന്നുമില്ല, സ്നേഹത്തിലാണ്. പിന്നെ ഈ ആശയങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ കഴിവതും മോശപ്പെട്ടൊരു പദമൊന്നും ആർക്കും ഇതുവരെ പറയില്ല. നമ്മുടെ ഗുരുവിൻ്റെ ശിക്ഷണത്തിന് ചില സവിശേഷതകളുണ്ട്, കർത്താവായ യേശുവിൻ്റെ. അത് മുൻനിർത്തിയേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. എൻ്റെ വീഡിയോ എടുക്കുന്നവരൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്കിത് പ്രസിദ്ധം ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഈ മോശൻ ടൈറ്റിലിടാൻ പാടില്ല. എൻ്റെ എല്ലാ വീഡിയോയുടെ താഴെ കാണാം, കൊടുത്തോട്ടം ഇന്നാരെ മലർത്തി അടിച്ചു. അതിനൊന്നും അല്ലിത്. അങ്ങനെ ഒരു ഇതൊക്കെ ആശയവിനിമയത്തിനുള്ള വഴി എന്നുള്ളതേ ഉള്ളല്ലോ. അത് ജയത്തിനും തോൽവിക്കുമല്ല. മനസ്സിലായില്ലേ? ആ പദമൊന്നും പാടില്ലെന്നേ. അടുത്തവനെ മലർത്തി അടിച്ചു, തോൽപ്പിച്ചു, കണ്ടം വഴി ഓടിച്ചു എന്നൊക്കെ പറയുന്നത് ന്യൂ ജനറേഷൻ ഭാഷയാണ്. അതുകൊണ്ട് ഞാനിതങ്ങ് നിർത്തി സംഭാഷണം, വേറെ ഒന്നുമല്ല. നമ്മുടെ സഹോദരങ്ങൾക്ക് മുറിവേൽക്കാൻ പാടില്ല, അത് നിർബന്ധമുണ്ട്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന നമ്മുടെ ഡിബേറ്റേഴ്സ് എല്ലാം നമ്മുടെ സഹോദരന്മാരാണ്. അങ്ങനെ കാണാനായി പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ആ സംയമനം ഇല്ലെങ്കിൽ ഇത് ചുമ്മാ ഒരു ബഹളമാകും. അപ്പോൾ പറഞ്ഞത്, ഈ ബൈബിള് എന്തുകൊണ്ടാണ് ദൈവവചനമായിരിക്കുമെന്ന് ചോദിച്ചാൽ, ഇതിൽ ദൈവവചനം എന്ന് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ദൈവവചനമാകുമോ? നമുക്കിത് ദൈവവചനമാണ്. പുറത്തുള്ള മനുഷ്യരൊരാൾ ഇവിടെ വന്നിട്ട് ചോദിക്കുക, ഉപദേശി ഇതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് കൊണ്ട് ഇത് ദൈവവചനമാകുമോ? അതൊരു ചെറിയ ആർഗ്യുമെൻ്റ് എന്നുള്ളൂ. ഞാൻ പറയാറുണ്ട്, ഷണ്ണൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ വരിക. അദ്ദേഹം ഒരു മന്ത്രിയാണ്. ഈ പണ്ട് മുതലേ ഏത് രാജ്യത്തിലെ മന്ത്രിയും മറ്റൊരു രാജ്യത്ത് എന്നാൽ സ്വന്തം രാജ്യത്ത് കിട്ടുന്ന പരിഗണന അവിടെ കൊടുക്കണമെന്നാണ്. മനസ്സിലായോ? അതായത് നമ്മുടെ ഒരു മിനിസ്റ്റർ ശ്രീലങ്ക ചെന്നാൽ ശ്രീലങ്കയിലൊരു മിനിസ്റ്റർക്ക് എന്തെല്ലാം ബഹുമാനം അവർ കൊടുക്കും, അതെല്ലാം നമ്മുടെ മിനിസ്റ്റർക്കും കൊടുക്കണം. നിയമമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ളൊരു അന്താരാഷ്ട്ര ബന്ധമാണ്, ഡിപ്ലോമാറ്റിക് പ്രോട്ടോക്കോൾ എന്നാണ് അതിന് പറയുക. ഇത് കൊടുത്തില്ല എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ, അവിടുത്തെ മന്ത്രി ഇവിടെ കിടന്ന് അലയോ, അത് തന്നെയാണ് കുഴപ്പം. അങ്ങനെയാണ്. അപ്പോൾ ഇത് ധനകാര്യമന്ത്രിയാണ്. ധനകാര്യമന്ത്രി ആദരിക്കപ്പെടുന്നൊരു പദവിയാണ്. ഇയാൾ അന്യദേശത്ത് നിന്ന്, എത്യോപ്യയിൽ നിന്ന് ജെറുസലേമിൽ വന്നപ്പോൾ കേട്ടിട്ടുണ്ട് ഇവിടെ നല്ലൊരു ആലയമുണ്ട്, ഒന്ന് കാണാം, വന്നിക്കാം എന്നൊക്കെ ഓർത്ത് ചെന്നു. പോലീസും പട്ടാളമൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. അവരിങ്ങനെ എല്ലാവരെയും മാറ്റി മാറ്റി VIP വരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ആ വാതുക്കൽ ഒരുത്തൻ നിന്നിട്ട് പറഞ്ഞു, സാറേ പ്രവേശനം ഇവിടെ വരെ ഉള്ളൂ കേട്ടോ. അതെന്താ കാര്യം? കാണിച്ചു തരാം. ഒരു ബോർഡ് കാണിച്ചു. കണ്ണില്ലാത്തവർ, കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, ഇങ്ങനൊരു ലിസ്റ്റ് ഇട്ടിട്ട് ആ കൂടെ എഴുതിയിരിക്കുകയാണ്, ഷണ്ണൻ ചുണങ്ങുള്ളവൻ,
ഇത്യാദി ആർക്കും അകത്തേക്ക് പ്രവേശനമില്ല. പുള്ളിയാകെ അമ്പരന്നു. ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല അത് മനസ്സിലായി, ഇതെന്തിനാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞത് സാറ് കയറാതിരിക്കാനായി ബോർഡ്, ദൈവപുസ്തകത്തിലെ ഭാഗമാണ്. ഞാൻ കയറരുതെന്ന് താങ്കൾ പറയാൻ കാരണം എന്താ? അത് ബോർഡുള്ളതുകൊണ്ട്. ബോർഡ് വെച്ചേക്കുന്നത് എന്തിനാ? സാറ് കയറാതിരിക്കാൻ. ഞാൻ കയറരുതെന്ന് പറയാൻ കാരണം എന്താ? ബോർഡുള്ളതുകൊണ്ട്. ബോർഡ് വെച്ചേക്കെന്തിനാ? അത് സാറ് കയറാതിരിക്കാൻ. ഇവിടെ നിന്നാൽ ഇതേ കിട്ടത്തുള്ളൂ. ചില ആളുകളോട് സംസാരിച്ചാൽ ഇതാ ഉത്തരവ്, ആയുഷ്കാലം മറുപടി വരത്തില്ല. ഉത്തരവുണ്ടോയെന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ട്, രണ്ട് ഇത് തന്നെ ഉത്തരം. ഇതിന് പറയുന്നത് സർക്കുലേറ്റിംഗ് ആർഗ്യുമെൻ്റ് എന്നാണ്. ബൈബിളിൽ പറയുന്നു എന്ന് പറഞ്ഞാൽ ക്രൈസ്തവർക്ക് ബാധകമാണെന്നേ, ലോകത്തിനൊക്കെ അത് ബാധകമാകുമോ? ഏതെങ്കിലും ഒരു ആധ്യാത്മിക ഗ്രന്ഥത്തെ ലോകത്തെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിച്ചെങ്കിൽ ലോകത്തിനൊക്കെ അത് ബാധകമാകണമെങ്കിൽ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തെ നേരിടണം. അങ്ങനെയെങ്കിൽ എന്നോട് ചോദിക്കുക, ഉപദേശി പറയുക, ഇത് ദൈവവചനാണ്. 4 പ്രധാന കാരണങ്ങളുണ്ട് ഞങ്ങളിതിനെ ദൈവവചനമായി കാണാൻ. ഒന്ന്, ഇത് മുമ്പോട്ട് വെക്കുന്ന പ്രവചനം. ബൈബിൾ ഈസ് എ ബുക്ക് ഓഫ് പ്രോഫസീസ്. ഇത് പ്രവചനങ്ങളുടെ സമാഹാരമാണ്. 2, മുൻകൂട്ടി പ്രവചിച്ച ആ കാര്യങ്ങൾ നിറവേറിക്കഴിയുമ്പോൾ അത് ചരിത്രപരമായി മാറും. പ്രവചനത്തിൻ്റെ നിവൃത്തി ചെന്നെത്തുന്നത് ചരിത്രത്തിലാണ്. ഉദാഹരണം, കന്യക ഗർഭിണിയായൊരു മകനെ പ്രസവിക്കും എന്ന് പ്രവചിച്ചത് നടപ്പിലായി കഴിയുമ്പോൾ ചരിത്രകാരൻ എഴുതും അങ്ങനെ നടന്നു. അപ്പോൾ അത് ഹിസ്റ്ററിയായി. അല്ല, ഇതുകൊണ്ട് ഇത് വിശ്വസിക്കണമെന്നില്ല. ബൈബിൾ മുമ്പോട്ട് വച്ച പ്രവചനങ്ങൾ നടന്നു എന്നുള്ളൊരു അന്വേഷണത്തിന് സാധ്യതയുണ്ടെങ്കിൽ ആ അന്വേഷണത്തെ സാധൂകരിക്കുന്ന ഒരു പഠനമുണ്ട്, ആർക്കിയോളജി. ഒരു ഉദാഹരണം, കർത്താവായ യേശുക്രിസ്തുവിന് 700 കൊല്ലങ്ങൾക്കപ്പുറത്ത് സക്രിയ പ്രവാചകൻ പ്രവചിച്ചു, യേശുക്രിസ്തു എന്ന ഒരാളെ 30 വെള്ളി നാണയത്തിന് ഒറ്റിക്കൊടുക്കും. ആ വെള്ളി നാണയം കൊണ്ട് ഒരു വിധത്തിലും അത് സ്വരുക്കൂട്ടി ഭൗതികമായി അഭിവൃദ്ധിപ്പെടാൻ ഒറ്റിക്കൊടുത്തവന് കഴിയില്ല. മറിച്ച് ആ പണം കൊണ്ട് അനാഥർക്കും വഴിപോക്കർക്കും വേണ്ടി ഒരു ശ്മശാന ഭൂമി വാങ്ങും. കുശവൻ്റെ നിലമായിരിക്കും അത്, രക്തനിലമെന്നർത്ഥം വരുന്ന അക്കൽദാമ. സക്രിയ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തി വെക്കുമ്പോൾ യേശു എന്നൊരാൾ ജനിച്ചിട്ടേയില്ല. യേശു ജനിക്കുന്നതിൻ്റെ 7 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് പ്രവാചകൻ ഇങ്ങനെ എഴുതി വെച്ചതുകൊണ്ട് ഇത് ദൈവവചനമാകില്ല. പക്ഷെ കാലമേറെ കഴിഞ്ഞത് നിറവേറുകയും ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുകയും രക്തനിലം കണ്ടിട്ട് അത് കുശവൻ്റേതായിരുന്നു തെളിയിക്കത്തക്ക വിധം ഗവേഷണങ്ങൾ വർദ്ധിക്കുകയും അത് ആർക്കിയോളജിസ്റ്റുകൾ പുരാവസ്തുശാസ്ത്രം കൃത്യമായി തെളിയിക്കുകയും ചെയ്തപ്പോൾ ബൈബിളിൻ്റെ പ്രഖ്യാപനങ്ങൾക്ക് പ്രവചനത്തിൻ്റെ, ചരിത്രത്തിൻ്റെ, ആർക്കിയോളജിയുടെ പിൻബലമുണ്ട്. ഈ 3 കാരണങ്ങൾക്കും അപ്പുറത്ത് 4മതൊരു കാരണമുണ്ട്. ഇത് ഇംപിരിക്കലാണ്, അനുഭവ പ്രാധാന്യമാണ്. എന്താണ് അനുഭവ പ്രാധാന്യം? 2000 ആണ്ടുകൾക്കപ്പുറത്ത് യേശുക്രിസ്തു എന്നൊരു വ്യക്തിയോ അവിടുത്തെ അനുഗാമികളോ അങ്ങ് പാലസ്തീനിലും പരിസര പ്രദേശങ്ങളിലും ചെയ്തു വച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള ആവേശജനകമായ ഓർമ്മപ്പെടുത്തലല്ല ഈ പ്രസംഗം. ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളും രീതികളുമൊന്നും പണ്ടെങ്ങോ ദൈവമോ ദൈവപുത്രനോ അവശേഷിക്കുന്ന അപ്പോസ്തലന്മാരോ ചിലതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭൂതകാലം നോക്കി നിർവൃതി അടയാനല്ല. അതേ യേശു അതേ ബലത്തോടെ അതേ കൃപയോടെ ഇന്നും അതേ പ്രവൃത്തി ചെയ്യും, നാളെയും ആ പ്രവൃത്തി ചെയ്യും. യുഗങ്ങളിലൂടെ അന്ന് ആരംഭിച്ചതെന്തോ അത് തുടരാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ആത്യന്തികമായ സ്വഭാവ സവിശേഷതയ്ക്ക് മങ്ങലേറ്റില്ല എങ്കിൽ അന്ന് അവിടെ പ്രവർത്തിച്ച അതേ ദൈവകൃപയോടെ നസ്രായനായവൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. ഇത്തരം തെളിവുകൾ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ വചനം. ഈ ദൈവത്തിൻ്റെ വചനം ആര് കേൾക്കാൻ കാത്തിരിക്കും? അവർക്കിത് രാത്രി വിടുതലാണ്. ഈ ദൈവവചനം ഇതുവരെ നിങ്ങൾ അന്വേഷിച്ച് നടന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. ദൈവവചനം രോഗശാന്തിയാണ്. ദൈവവചനം ബന്ധനങ്ങളെ തകർത്ത് വിമോചിപ്പിക്കുന്ന ഉത്കൃഷ്ടമായ അനുഭവമാണ്. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ശക്തി കൂടാതെ ഒരാളും ഇന്നിവിടം വിട്ട് കടന്നു പോകരുത്. ദൈവകൃപ സമൃദ്ധമായി നമ്മിൽ വ്യാപരിക്കട്ടെ. ഈ പറയപ്പെട്ട വസ്തുതകൾ ഞാനൊരു ആമുഖമായി സൂചിപ്പിച്ചു എന്നുള്ളൂ.
അതിന് കാരണം ഇന്ന് വായിച്ചതും ഒരു പ്രവചന വാക്യമാണ്. ഈ പ്രവചനവാക്യത്തിൻ്റെ പ്രത്യേകത, ഇത് പണ്ട് ബാബിലോൺ എന്ന പേരിൽ അറിയപ്പെട്ടതും ഇന്ന് ഇറാഖ് എന്ന പേരിനാൽ വിവക്ഷിക്കുന്നതുമായ ഒരു രാജ്യം, അതൊരു സാമ്രാജ്യമായിരുന്നു പണ്ട്. ഈ ബാബിലോന്യ സാമ്രാജ്യത്തെ ചരിത്രകാരന്മാർ വിളിച്ചത് മെസപ്പൊട്ടേമിയൻ നാഗരികത എന്നായിരുന്നു. ഈ സാമ്രാജ്യം വികാസം പ്രാപിച്ച കാലത്ത് ഇവർ അടുത്തടുത്ത രാജ്യങ്ങളെ കൂടി ആക്രമിച്ചു. ആക്രമണ പരമ്പരയ്ക്കൊടുവിൽ നമ്മുടെ ഇസ്രയേൽ എന്ന് വിളിക്കുന്ന ഭൂപ്രദേശം അവരുടെ പക്കലായി. ഇസ്രയേലും പരിസര പ്രദേശങ്ങളുമൊക്കെ പിടിച്ചടക്കി. അന്നതിന് പാലസ്തീൻ എന്ന പേരില്ല. ഈ പാലസ്തീൻ എന്ന പേര് പിൽക്കാലത്ത് വരുന്നതാണ്. റോമൻ കാലഘട്ടത്തിലാണ് ഇസ്രയേലിനെ പാലസ്തീൻ എന്ന് വിളിക്കുന്നത്. ബൈബിളിലൊക്കെ പാലസ്തീൻ എന്ന പദം കാണും. ആ പദം കൊണ്ടുവന്നത് റോമക്കാരാണ്. റോമൻ ഭരണകാലഘട്ടത്തിൽ, അതായത് യേശുക്രിസ്തുവിൻ്റെ ഒക്കെ കാലം, ഏതാണ്ട് BC 63 മുതൽ ഇങ്ങോട്ടുള്ള കാലം, ക്രിസ്തുവിന് മുമ്പ് ഒരു 60 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് ഭരിച്ച ആ ഭരണകൂടമാണ് ഇസ്രയേലിനെ വിളിച്ചത് പാലസ്തീൻ. കാരണം യഹൂദനോടുള്ള അറപ്പും അമർഷവും നിമിത്തം അവൻ വസിച്ചിരുന്ന സ്ഥലത്തിന് അവൻ്റെ ശത്രുക്കളായ ഫിലിസ്ത്യരുടെ പേരിട്ടുകൊണ്ട് ആക്ഷേപിച്ചു. ദ ലാൻഡ് ഓഫ് ഫിലിസ്ത്യൻസ് എന്നർത്ഥത്തിൽ പാലസ്തീനിയ. ആ പാലസ്തീനിയയുടെ എക്കാലത്തെയും ശരിപ്പേര് ഇസ്രയേൽ എന്നാണ്. ആ ഇസ്രയേൽ രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയുടെ പേരാണ് എറുസലേം. ഊർ ഷാലോം എന്ന് കൃത്യമായ ഉച്ചാരണം. ഊർ ഷാലോം, സമാധാനത്തിൻ്റെ പട്ടണം. ആ പട്ടണത്തിൽ തലയുയർത്തി നിൽക്കുന്ന സോളമൻ ദ ഗ്രേറ്റ് പണികഴിപ്പിച്ച മഹത്തരമായ ദേവാലയം മുച്ചൂടും നശിപ്പിച്ചുകൊണ്ട്, അതിൻ്റെ കല്ലുകൾ ഇടിച്ചുകൊണ്ട്, ദേവാലയ മതിലുകൾ തകർത്തുകൊണ്ട്, ഇതിനകത്തെ വിശേഷ വിഭവങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് നെബൂഖദ്നേസർ എന്ന ബാബിലോന്യ ചക്രവർത്തി തൻ്റെ രാജ്യത്തിലേക്ക് അവിടുത്തെ ആളുകളെ കയ്യാമം വെച്ചു യാത്രയാക്കി. അങ്ങനെ ഇസ്രയേൽ എന്ന രാജ്യം ബാബിലോണിന് അധീനപ്പെട്ടു. അധീനപ്പെട്ട ഘട്ടത്തിൽ ഇസ്രയേലിൽ നിന്ന് ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് പോയ ആളുകൾക്കിടയിൽ രാജസന്ധതികളിൽ കുലീനത്വമുള്ള 3-4 ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്ത് രാജാവ് തൻ്റെ രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി, ഭരണനിർവഹണത്തിന് വേണ്ടി കൊണ്ടുപോയി. പുരോഹിതന്മാരടക്കമുള്ള ബാക്കി മനുഷ്യരെ ഊഴിയവേലയ്ക്ക് വേണ്ടി പണിയെടുപ്പിക്കാൻ കൊണ്ടുപോയി. ബൈബിളിൽ കാണുന്നൊരു പദപ്രയോഗമാണ് ഊഴിയവേല. അങ്ങനെ വായിച്ചു വിടുമെങ്കിൽ ചിലർക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല. പണിയെടുത്തോണം, പണമൊന്നും കിട്ടത്തില്ല. ഇതാണ് ഈ ഊഴിയവേല. പകരം ഭക്ഷണം, ജോലിക്ക് പകരം ഭക്ഷണം. വേവിച്ച ഗോതമ്പും മുതിരയും ഉപ്പിട്ട് ഭക്ഷിക്കാൻ കൊടുക്കുക, പച്ചവെള്ളം ആവശ്യത്തിന് കുടിക്കാൻ കൊടുക്കുക. ഇതായിരുന്നു അന്നത്തെ സിസ്റ്റം. കുടിലുകളിൽ അവരെ പാർപ്പിക്കുക. പണിയെടുത്താൽ മതി, ആഹാരമൊക്കെ ഇഷ്ടം പോലെ കിട്ടും. ഇങ്ങനെ പുരോഹിതനായ എസക്കേലിനെ അടക്കം പണിയെടുപ്പിക്കാൻ വിട്ടിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് രാജാവ് ഈ കുട്ടികളെ തിരഞ്ഞെടുത്തു. അവരുടെ പേര് നമുക്കറിയാം: ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ. ചില ആളുകളതും ഉച്ചാരണം തെറ്റിച്ച് ചന്ദ്രക്ക് എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരാളില്ല. ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പണിയാണ്. ഇടയ്ക്കൊരു വാസ്, സമയമില്ല, നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് നീട്ടി പറയാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞു, നമുക്ക് മഹത്വമാവുന്നു ദൈവത്തെ. സമയമില്ലാത്തതുകൊണ്ടാണ്. ഓരോ പദങ്ങളെ ചന്ദ്രക്കല്ല, പിന്നെന്താ? ശദ്രക്ക്, മേശക്ക്, അബേദ് നെഗോ, ദാനിയേൽ. ഈ ചെറുപ്പക്കാർ മിക്കപ്പോഴും ഈ പീഡനങ്ങളൊക്കെ വരുമ്പോൾ ദാനിയേലിനെ കാണാത്ത എന്തെന്നൊരു ചോദ്യമുണ്ട്. അതൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ ഒറ്റിക്കൊടുത്തിട്ട് പാത്തിരിക്കുകയല്ല. ഹൈലി എഡ്യൂക്കേറ്റഡാണ്, ജോലി വേറെയാണ്. നയതന്ത്ര ചർച്ചകൾക്ക് പോകണം, ഒരു അംബാസഡർ ജോലി ചെയ്യണം. അതേക്കിടയ്ക്ക് ശൂഷൻ രാജധാനിയിൽ പോകണം, പേർഷ്യയിൽ. അതുകൊണ്ട് ചില കാര്യങ്ങൾ വിളിക്കുമ്പോൾ ഈ മനുഷ്യനെ കാണത്തില്ല. അതാ കാര്യം. അല്ല, ഒളിച്ചിരിക്കുകയല്ല. നല്ല ദാനിയിൽ ഒളിച്ചിരിക്കുന്ന ഒരാളൊന്നും അല്ല. നല്ല ധീരനാണ്, നല്ല ആത്മസമർപ്പണമുള്ള ആളാണ്. മരണത്തെയൊന്നും ഭയമില്ല. ഇങ്ങനെയുള്ള ഈ 4 ചെറുപ്പക്കാരെ അകത്തെടുത്തു ജോലിക്ക് വേണ്ടി. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ജൂതൻ്റെ ഒരു സവിശേഷത, നിങ്ങൾ എങ്ങനെ ധരിക്കുമെന്നറിയില്ല, അങ്ങനെ പെട്ടെന്നൊന്നും അവനെ കീഴടക്കാൻ കഴിയില്ല.
ഞാൻ ഗാസ മുനമ്പിലുമൊക്കെ യുദ്ധം വരുന്ന നാളുകൾക്കപ്പുറത്ത് ഈ യുദ്ധത്തിൻ്റെ ഗതികളെക്കുറിച്ച് പറഞ്ഞ ചില വീഡിയോകളുണ്ട്. മിഡിൽ ഈസ്റ്റ് സംഭവങ്ങൾ എങ്ങനെ ആയിത്തീരുമെന്ന് മുൻകൂട്ടി പറഞ്ഞ വീഡിയോകൾ, പ്രവചനം പോലെ അത് നടന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ ജൂതൻ എന്താണ്, അവൻ്റെ രാഷ്ട്രീയ സങ്കല്പം എന്താണ്, അവൻ്റെ ദേശീയതാബോധം എന്താണ്, ആധ്യാത്മികത എന്താണ്, ഇതിനെപ്പറ്റി നല്ല അറിവ് വേണം. ആ അറിവില്ലാതെ യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്ന ആൾക്ക് വിജയം വരിക്കാൻ കഴിയില്ല. 16ഓളം ശത്രുരാജ്യങ്ങളുടെ നടുവിൽ കിടന്നൊരു രാജ്യമാണ്, 16 ശത്രുക്കൾ. പക്ഷെ ഇന്നതൊരു പലരും മിത്രങ്ങളായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അതിനൊക്കെ ഒത്തിരി രാഷ്ട്രീയ കാരണങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ബാബിലോണി പട്ടണത്തിൽ പാർപ്പിച്ച് രാജാവ് ശ്രദ്ധിച്ചൊരു കാര്യം, ഇനി ഒരിക്കലും യെരുസലേമിൽ ഒരു രാഷ്ട്രമുയർന്നുകൂടാ, ജൂതൻ എന്നൊരു സംസ്കാരമുണ്ടായിക്കൂടാ, ഏകസത്യ ദൈവത്തെ വിളിക്കുന്ന ഒരു സമൂഹം ലോകത്ത് രൂപപ്പെട്ടുകൂടാ. അവർക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്, അവൻ യാക്കോബിന് തന്റെ ചട്ടങ്ങൾ, ഇസ്രായേലിന് തന്റെ വിധികളും വെളിപ്പെടുത്തുന്നു. ഇങ്ങനെ അവൻ വേറൊരു ജനതയ്ക്കും ചെയ്തിട്ടില്ല. സവിസ്തരമായ ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ, ചരിത്രത്തിലെ നിർണായകമായ ഇടപാടുകൾ നടത്തിയ ഒരു സമൂഹമാണ് ഇസ്രായേലിലെ സമൂഹം. അവർക്ക് ഏകസത്യ ദൈവത്തെക്കുറിച്ച് വെളിപ്പാടുണ്ട്. അവരുടെ കരങ്ങൾ ഒരിക്കലും മനുഷ്യനിർമ്മിതമായ ഒരു ശില്പത്തിന് മുമ്പിലും വണങ്ങില്ല. ആ ഏകസത്യ ദൈവത്തെ മാത്രം വിളിച്ചു പോരുന്ന ആ ജനത തങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റങ്ങൾക്കിടയിൽ വന്നു പെട്ടത് ഇത്തരത്തിൽ ശില്പങ്ങളെ ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന ബഹുദൈവ ചിന്തയുടെ കോട്ടയായ ബാബിലോണിൽ. ഇനി ഈ രാജ്യത്തവർക്ക് കിട്ടിയ പരിഗണന മോശമായിരുന്നില്ല. എല്ലാത്തരം ആദരവുകളും രാജാവ് കൊടുത്തു. എന്തിനെന്നറിയണ്ടേ? ഇവരുടെ ബുദ്ധിവൈഭവത്തെ മുഴുവൻ ചോർത്തെടുത്ത് അവർ ഇസ്രായേലിൽ എന്ത് ചെയ്തോ, എങ്ങനെ ഒരു സമൂഹത്തെ നവീകരിച്ചുദ്ധരിച്ചോ, അത് മുഴുവൻ ഈ രാജ്യത്ത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ കാര്യശേഷിയെ, കർമ്മശേഷിയെ ഇവിടെ പ്രയോജനപ്പെടുത്തണം. ഇതിനകത്ത് വന്ന കുട്ടികൾക്ക് സകലവിധ പരിഗണനകളും കൊടുത്തു. അതിലൊന്നാണ് നമ്മൾ വായിക്കുന്ന ഭക്ഷണം. ഞാൻ അവിടെ മുതൽ ഒന്ന് പറഞ്ഞു തുടങ്ങാം. സന്തോഷമല്ലേ? ഉണ്ടോ? ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു പോയാൽ സന്തോഷമാണ്. ഞാനിത് പ്രതീക്ഷിച്ചാണ് ചോദിച്ചത്. പക്ഷെ ഒരു കുഴപ്പം, ഈ ബൈബിൾ മുഴുവൻ പരിശോധിച്ചാൽ ഭക്ഷണം ഒരു പ്രശ്നമാണ്. ഉൽപ്പത്തി മുതൽ ഫുഡ് ഒരു വലിയ പ്രശ്നമാണ്. നിങ്ങൾ കണക്കെടുത്ത് നോക്കൂ. ചുവന്ന പായസം കുടിച്ചപ്പോഴാ ഏശാവിൻ്റെ അടുത്ത പ്രശ്നം. ഇനി നമ്മൾ മുമ്പോട്ട് പഠിച്ചു, വലിയൊരു ഡിന്നറിന് തന്ന സ്നാപകൻ്റെ തല പോയത്. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ച് ചെയ്തോണം. ബൈബിൾ മൊത്തം പരതിയാൽ മനസ്സിലാകും ഫുഡൊരു മഹാപ്രശ്നമാണ്. മര്യാദയ്ക്ക് പ്രാർത്ഥിച്ച് ചെയ്തില്ലെങ്കിൽ അത് വല്ലാത്ത ബഹളം ഉണ്ടാക്കും. അതുണ്ടോ സഹോദരിമാർക്ക് മനസ്സിലായില്ലേ? ഒത്തിരി പ്രശ്നങ്ങൾക്ക് വിടുതലാന്ന് ഞാനതാ തുടക്കം പോലെ പറഞ്ഞത്. സ്തോത്രം. ഇനി ഈ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ എന്നറിയപ്പെടുന്ന ഈ ദൈവദാസന്മാരെ കൊണ്ടൊന്ന് ഭക്ഷണം കൊടുത്ത രീതികളൊന്ന് പറയും മുമ്പ് ആ പശ്ചാത്തലം ഞാനൊന്ന് വിശദീകരിച്ച് തരാം. ശ്രദ്ധിച്ചിരിക്കണേ. മോനെ, ആ ഫോണൊക്കെ പിന്നെ വിളിക്കാം, സമയമുണ്ട്. കൊച്ചുമോനെ ഇങ്ങോട്ട് നോക്കി, ലൈവ് ചെയ്യുന്ന ആൾ മോനെ, പുള്ളി ലോകത്തെ അല്ല. അതിനെ ആ പ്രാണനെ താലൊളിച്ചൊന്നും മിണ്ടാതാക്കുക തൽക്കാലം. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. സ്തോത്രം. അപ്പോൾ ഈ ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ഇവിടെ വരും മുമ്പ് നെബൂഖദ്നേസർ എന്നറിയപ്പെടുന്ന ഈ രാജാവ് ഈ കുഞ്ഞുങ്ങളെ അവിടെ തളച്ചിടാൻ ഒരു പദ്ധതി ചെയ്തു. ആകർഷണീയമായൊരു പട്ടണം അവിടെ പണിതു. ആ പട്ടണത്തിൻ്റെ വലിപ്പം 60 മൈൽ ചുറ്റളവായിരുന്നു. 14.5 മൈൽ നീളത്തിൽ 14.5 മൈൽ വീതിയിൽ ഒരു സമചതുര പട്ടണം. കണക്കെടുക്കുമ്പോൾ ഒരു 15 കുട്ടിക്കോ, ഏകദേശം 60 മൈൽ ചുറ്റളവ്. ഈ പട്ടണത്തിൻ്റെ നടുവിലൂടെ യൂഫ്രട്ടീസ് നദി സ്വച്ഛന്തമായി ഒഴുകി. നദിക്കക്കരയും ഇക്കരയുമായി സമ അളവിലായിരുന്നു ഈ പട്ടണം കിടന്നത്. ചരിത്രകാരൻ പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ ഈ പട്ടണത്തിന് ചുറ്റും 87 അടി കനത്തിൽ 100 അടി ഉയരത്തിൽ ഒരു പടുകുറ്റൻ മതിൽ കെട്ടി രാജാവ് സംരക്ഷിച്ചു. ഇതിനകത്തേക്ക് കടക്കാൻ ഒരു പ്രധാന പ്രവേശന കവാടം, ആ പ്രധാന പ്രവേശന കവാടം പണി കഴിപ്പിച്ചത് താമ്രപാളികൾ നിരത്തി സ്ക്രൂ ചെയ്താണ്. ഈ പ്രവേശന കവാടം
മനുഷ്യൻ തള്ളിയാൽ തുറക്കില്ല, വലിച്ചാൽ തുറക്കില്ല. സ്പ്രിങ് ആക്ഷനുള്ള കഥ കാണാം. പരിശീലനം സിദ്ധിച്ച ആനകൾ കെട്ടിവലിച്ചെങ്കിൽ മാത്രം തുറക്കുന്ന കഥ. ഇനി ഇതുകൂടാതെ 100 വാതിലുകൾ വേറെയുമുണ്ട്. ഒരു വശത്ത് 25 വീതം ക്രമത്തിൽ 100 വാതിൽ. 101-ാമതായി പ്രധാന പ്രവേശന കവാടം. 87 അടി കനമുള്ള 100 അടി ഉയരമുള്ള മതിൽക്ക് മീതെ കൂടി 2 വീതം കുതിരകളെ കെട്ടിയ 6 രഥങ്ങൾക്ക് സമാന്തരമായി സഞ്ചരിക്കാൻ കഴിയുന്ന ഹൈവേ പോലെയുള്ള വിസ്തൃതി. ഇതിനു മുകളിൽ 250 താഴികക്കുടങ്ങളോടുകൂടിയ വ്യത്യസ്തങ്ങളായ ഗോപുരങ്ങൾ. ആ ഗോപുരങ്ങളിലൂടെ പുറത്തെ ഭൂപ്രദേശങ്ങളെ മുഴുവൻ കാണാൻ കണ്ണാടികൾ പതിപ്പിച്ചു വച്ചിരിക്കുന്ന പ്രത്യേക ദൃശ്യ സംവിധാനം. എപ്പോഴും ജാഗരൂകരായി ബാബിലോന്യ പട്ടാളം ഈ കോട്ടയ്ക്ക് മുകളിൽ കൂടി സഞ്ചരിക്കുന്നു. ഇതാണ് ബാബിലോന്യ കോട്ട. ഇതിൻ്റെ 101 കതകും എപ്പോഴും അടഞ്ഞു കിടക്കും, തുറക്കില്ല. തുറക്കില്ല എന്ന് തീർത്ത് പറയാൻ വയ്യ. ഒരു കതകയെ ഒരു ദിവസം തുറക്കൂ. ആ കഥ ഏതെന്ന് രാജാവിനും അടുത്ത അംഗരക്ഷകനും അറിയൂ. സുരക്ഷ പരിഗണിച്ചിങ്ങനെയാണ് ഇത്തരമുള്ളൊരു നാട്. ഇതിൻ്റെ പ്രധാന പ്രവേശന കവാടം ആണ്ടിൽ 4-5 തവണ മാത്രമേ തുറക്കൂ. അതിൻ്റെ പേര് ഈസ്റ്റാർ ഗേറ്റ് എന്നാണ്. ഒരു ദേവതയുടെ പേരാണ് ഈസ്റ്റാർ. ആ ദേവതയുടെ പേരിലുള്ള പ്രധാന പ്രവേശന കവാടം നാട്ടിൽ ഒരു വർഷത്തിൽ 3-4 തവണ ദേശീയ പ്രാധാന്യമുള്ള ഉത്സവങ്ങളിൽ, ദേവൻ്റെ പെരുന്നാളിൽ, ദേവതയുടെ ഉത്സവ ദിനങ്ങളിൽ മാത്രമേ തുറക്കൂ. ഇതിലേക്കൊന്ന് പ്രവേശിക്കണമല്ലോ. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ധൈര്യമായിട്ടിരുന്നു, നമ്മളിതിനകത്ത് പ്രവേശിക്കും. അതിൻ്റെ കാരണം നമ്മൾ മലയാളികളാണ്. മനസ്സിലായോ? നമുക്ക് എങ്ങനെയെല്ലാം അത് കയറിയേ പറ്റും. നമ്മളെങ്ങനെയാണ് കയറുന്നത്? നേരെ വഴിയുണ്ടെങ്കിലും അല്ലിപ്പിടിച്ച് കയറുന്ന നമ്മുടെ ആ സ്വതസിദ്ധമായ പാരമ്പര്യം. മുകളിൽ കയറുമ്പോഴാ ഒരു ചതിവ്. ഇതിനകത്തെ മതിലിനോട് ചേർന്ന മുതലക്കുളങ്ങൾ, ആ മുതലക്കുളങ്ങളിൽ മുതലകൾ, അവ നമ്മളെ വെട്ടി വിഴുങ്ങും. ഒരു രക്ഷയില്ല, കനത്ത സുരക്ഷ. ഒറ്റ വഴി. എപ്പോഴെങ്കിലും പ്രധാന ഗേറ്റ് തുറക്കുന്ന വേളയിൽ വേണമെങ്കിൽ അനുമതി ഉണ്ടെങ്കിൽ അകത്ത് കടക്കാം. അങ്ങനെ കടന്നാൽ ഒരു കാഴ്ച. ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ വളവും തിരിവുമില്ലാതെ നേരെ കിടക്കുന്ന ഒരു റോഡ്. കീറിയെടുത്ത കല്ലുകൾ മിനുസപ്പെടുത്തി അത് ടൈൽസാക്കി ഒട്ടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഇരുവശത്തും തണൽ മരങ്ങളുണ്ട്. ആ തണൽ മരങ്ങളുടെ ശിഖരങ്ങൾ പരസ്പരം മുട്ടി നല്ല ശീതളിമ പരത്തുന്ന അവസ്ഥയിൽ നിങ്ങളിതിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ അപ്പുറത്തൊക്കെ വെയിലുണ്ടെങ്കിലും നല്ല സുഖമാണ്. ഇനി ഒരു പ്രധാന പാത ഇങ്ങനെ പോകുമ്പോൾ അതിനോട് ചേർന്ന് 12 പാത വലത്തും 12 പാത ഇടത്തും ചെറിയ റോഡുകൾ. തിരശ്ചീനമായി സമമളവിൽ ഇതുപോലെ 25 പാതകൾ. ഇടയ്ക്ക് വരുന്ന കളങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. അത് കണക്കുകൂട്ടി നോക്കിയാൽ മതി. അവിടെയൊക്കെ മുന്തിരിത്തോട്ടങ്ങൾ, മനോഹര സുഗന്ധ പുഷ്പങ്ങൾ, വ്യത്യസ്തങ്ങളായ കാർഷിക ഫലങ്ങളുടെ കൃഷിയിടങ്ങൾ, ആ ആകർഷണീയമായ നിരവധി പൂക്കളും ആ മനോഹരമായ നിർമ്മിതികളും, ഇതൊക്കെയാണ് അതിൻ്റെ സവിശേഷത. ഇതിൽ വെള്ളം ലഭിക്കുന്ന എങ്ങനെയാ അത് ഞാൻ പിന്നെ പറയാം. ഈ വഴി കുറേ ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒത്ത നടുവിലൂടെ യൂഫ്രട്ടീസ് ഒഴുകുന്നു. യൂഫ്രട്ടീസിന് അക്കരെ ഇക്കരെ കടക്കാൻ ഒരു പാലം. ആ പാലത്തിൻ്റെ കൈവരികൾ താമ്രനിർമ്മിതമാണ്. ആ പാലം 2 ഗോപുരങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്നു. തുടക്കത്തിലൊരു ഗോപുരം, തീരുന്നിടത്തൊരു ഗോപുരം. ഈ ഗോപുരത്തിലേക്ക് പ്രവേശിച്ചാലുടൻ 90 ഡിഗ്രി ആംഗിളിൽ ചെരിയുന്ന ഒരു പടിക്കെട്ട്. അതിറങ്ങി താഴെ ചെല്ലുമ്പോൾ നിങ്ങൾ ഒരു ഭൂഗർഭ തുരങ്കത്തിലെത്തി. തുരങ്കം എന്നൊക്കെ കേട്ടപ്പോൾ കുതിരാനാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ പരിമിതപ്പെടുത്തേണ്ട വിശാലമായൊരു തുരങ്കം. നദിക്കടിയിൽ കൂടി അപ്പുറമിപ്പുറം കടക്കാനൊരു പാസേജ്. അത് കല്ല് വെട്ടിച്ചെത്തി ഒരുക്കി ആ പാറ തന്നെ കുഴിച്ച് ഇതുപോലെ അടിമകൾ വർഷങ്ങൾ പണി കഴിപ്പിച്ചുണ്ടാക്കിയതാണ്
ഇതിൻ്റെ ഭിത്തിയൊക്കെ മാർബിൾ ഒട്ടിച്ച് മനോഹരമാക്കി അതിൽ ചുണ്ണാമ്പ് ചൂളകളിൽ നിന്നെടുക്കുന്ന ഒരു തരം വാതകത്തിൽ തീ പടർത്തി അതിൻ്റെ പ്രതിഫലനം ഈ മാർബിളിലേക്ക് പടർത്തി ഇതിനകം മുഴുവൻ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമാണ്. ഇതിനകത്ത് അർത്ഥവൃത്താകൃതിയുള്ളൊരു സ്റ്റേജുണ്ട്. അതിന് മുമ്പിൽ നിരവധി ചെയറുകൾ, നിരവധി മേശകൾ. ആ മേശകൾക്ക് കുതിരയുടെ ലാടത്തിൻ്റെ ആകൃതിയാണ്. ഇവിടെ അർത്ഥനഗ്നരും നഗ്നരുമൊക്കെയായി നൃത്തം ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർ എപ്പോഴും ഈ കലാപ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. വേദിയിൽ പല നിറത്തിലുള്ള മദ്യക്കുപ്പികൾ, വറുത്ത മാംസക്കഷണങ്ങൾ, ധാന്യങ്ങളിലുണ്ടാക്കിയ വ്യത്യസ്ത തരം ആഹാരങ്ങൾ, വീഞ്ഞു നിറച്ചു വെച്ച വ്യത്യസ്തങ്ങളായ ചഷകങ്ങൾ, ഇതൊക്കെ ഉണ്ട്. ഇതാണ് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോമാർക്ക് ഡിന്നറിന് വിളിച്ചിരിക്കുന്ന സ്ഥലം. മനസ്സിലായോ? ഇതായി കുഞ്ഞുങ്ങൾ വേണ്ടെന്ന് വെച്ചത്. നമ്മളാണ് എന്ത് ചെയ്തേനെ ഒക്കെ പറയാതിരിക്കുക ഭേദം. ആ കുഞ്ഞുങ്ങൾ ഇത് കണ്ടിട്ട് ഫുഡ് നല്ല നിർത്ത് കഴിച്ചില്ല. ഒരു കാര്യം അറിയാമോ? വൃത്തിയും ശുചിത്വബോധമുണ്ടെന്ന് കരുതിയാൽ ഏത് ഭക്ഷണവും കഴിക്കാൻ നമുക്ക് നിഷിദ്ധമല്ല. അങ്ങനെയല്ലേ? ആരുടെ ഏത് മതസ്ഥൻ്റെയും ഏതൊരാളിൻ്റെയും ഭക്ഷണം നമുക്ക് നിഷിദ്ധമല്ല. നിഷിദ്ധമാക്കിയ ചിലതുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പരോക്ഷമായി പറയാം. അതാണ് അതിൻ്റെ മര്യാദ. കേൾക്കുക. ഈ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് ഇത് കഴിച്ചില്ല? അതിന് കാരണമുണ്ട്. ഈ ഭക്ഷണം ഇവിടെ വന്നത് മറ്റൊരു സ്ഥലത്ത് നിന്നാണ്. ഇവർക്ക് മാർഡുക്ക് എന്നൊരു ദേവനുണ്ട്. അയാൾ മദ്യത്തിൻ്റെ ദേവനാണ്. ആ മാർഡുക്കിൻ്റെ ഒരു നഗ്നബിംബം അപ്പുറത്ത് നിൽപ്പുണ്ട്. ഇതിലേക്ക് വൈൻ ശേഖരിച്ചെടുത്ത് കൊണ്ടുവന്ന ശേഷം ഈ തലമീതയെ പകർന്നിട്ട് അത് ശരീരമാസകലം ഒഴുകി താഴെ ഒരു തളത്തിൽ പുളിച്ചു കിടന്നിട്ട് അത് ശേഖരിച്ച് ക്യാനുകളിൽ നിറച്ച് വീര്യം വരുത്തിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇനിയും കാളക്കുറ്റൻ്റെ തോലുരിച്ചു മാറ്റി കണ്ടം കണ്ടമാക്കി നുറുക്കി യാഗാദികർമ്മങ്ങൾക്ക് സമർപ്പിച്ച് 186 പരം ആൾട്ടറുകൾ യാഗപീഠങ്ങളിൽ 90 പരം ഇത്തരം ദേവാലയങ്ങളിൽ സമർപ്പണം ചെയ്ത ഭക്ഷണമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഒരു ജൂതനെ കൊണ്ട് ഇത്തരം ഭക്ഷണം കഴിപ്പിച്ച് അവൻ്റെ പ്രാഗൽഭ്യം നശിപ്പിക്കാനുള്ള ശത്രുവിൻ്റെ തന്ത്രം ഈ കുഞ്ഞുങ്ങൾ മുൻകൂട്ടി കണ്ടു. അവർ പറഞ്ഞു, ഈ വീഞ്ഞു കുടിച്ചും ഈ ഭക്ഷണം കഴിച്ചും ഞങ്ങളെ തന്നെ അശുദ്ധരാക്കയില്ല. ചിലപ്പോഴൊക്കെ അനുഗ്രഹമെന്ന വ്യാജേന വശം തിരിഞ്ഞ് ചിലതൊക്കെ നമ്മുടെ പക്കലേക്ക് വരുമ്പോൾ ഭക്തൻ പറയും, നോ, അതൊരു ദൈവകൃപയാണ്. ആ കുഞ്ഞുങ്ങൾ ജയിച്ചപ്പോൾ കർത്താവിന് വലിയ സന്തോഷം. എന്താ സന്തോഷം എന്നറിയണ്ടേ? യെരുശലേമിലെ ദേവാലയത്തിൽ നിരന്തരം മുഴങ്ങിക്കേൾക്കുന്ന അരുത് 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 എന്നുള്ള നിഷിദ്ധങ്ങളായ പ്രസംഗങ്ങൾ കേട്ട് ശീലിച്ച കുഞ്ഞുങ്ങൾ ആ ദേവാലയം തകർന്നിട്ടും അതിനെ മുച്ചൂടും നശിപ്പിച്ചിട്ടും അതിലെ വസ്തുവകൾ കൊള്ളയടിച്ചിട്ടും ഉള്ളിൽ പകരപ്പെട്ട ഉപദേശം മറക്കാതെ അടിമയായി പിടിക്കപ്പെട്ടു പോയ അടിമയുടെ കാരാഗൃഹത്തിൻ്റെ ഉള്ളറകളിലെ ഇരുട്ടിൽ കിടന്ന് ജയമെടുക്കുന്നത് കണ്ടപ്പോൾ തമ്പുരാന് സന്തോഷമെങ്കിൽ ഇന്ന് രാത്രി ജയമെടുക്കാൻ നമുക്കും നമ്മുടെ തലമുറക്കും ജയമെടുക്കണം. തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ജയമെടുക്കണം. സാത്താന്യ കൊട്ടകളിൽ കൊണ്ടിട്ട് ഒതുക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഭക്തൻ പറയണം, ഞങ്ങൾ അങ്ങനെ കീഴടങ്ങത്തില്ല. ജയം തരുന്നൊരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവ സാന്നിധ്യമാണ് നമ്മെ അനുഗ്രഹിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നത്. ആ കുഞ്ഞുങ്ങൾ ജയിച്ചു. ബാക്കി കഥകളൊക്കെ നമുക്കറിയാം. നേതൃത്വം കൊടുക്കുന്ന കക്ഷികൾ പറഞ്ഞ് ഭക്ഷണം കഴിച്ചില്ലേ രാജാവ് പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾ എല്ലും കോലും ഒക്കെ ആയിട്ടിരുന്ന പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ. സ്തോത്രം. ഒടുക്കം കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ഒന്ന് പരീക്ഷിക്കുക. നിങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ചു, ഞങ്ങളെ ഒന്ന് പരീക്ഷിക്കണം. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? 10 ദിവസം പരീക്ഷിച്ചിട്ട് ഒരു മാറ്റമില്ല. നല്ല എനർജറ്റിക്കാണ്. ഭക്തൻ്റെ ആരോഗ്യം കഴിച്ച ഭക്ഷണത്തിൻ്റെ ബലമല്ല. ഭക്തൻ്റെ ആരോഗ്യം പ്രതിമാസ ശമ്പളത്തിൻ്റെ കനമല്ല. അത് ബാങ്ക് ബാലൻസിൻ്റെ ശക്തിയല്ല. റബ്ബർ തോട്ടമുള്ളത് കൊണ്ടല്ല. മാസത്തിലേറെങ്കിലും സ്പോൺസർ ചെയ്യാനുള്ളത് കൊണ്ടല്ല. അതൊരു ഉയരത്തിലെ ബലം, ആത്മശക്തിയുടെ ബലമ അനുഭവിച്ച നമുക്ക് പറയാം. സൈന്യത്താലല്ല,
ശക്തിയാലല്ല, അവിടുത്തെ ആത്മാവിനാൽ പ്രതിസന്ധികളെ കടപുഴകി ജയിച്ച് ഇവിടെ വരെ വന്ന ഭക്തന്മാർക്കായി ദൈവത്തിന് മഹത്വം. രോഗത്തെ, വേദനകളെ, പ്രതിസന്ധികളെ, പ്രതികൂലങ്ങളെ ജയിച്ച് ഇവിടെ വരെ വന്ന നമുക്ക് ഒരു കാര്യം അറിയാം, തോൽവി വിണയാത്ത ജയത്തിൻ്റെ ആ ശീലങ്ങളിലൂടെയാ നമ്മുടെ സഞ്ചാരം. അവർ ജയിച്ചു. രാജാവിനത് ഒരു കുഴപ്പമൊന്നുമില്ല. രാജാവ് തുടക്കത്തിൽ ചെയ്തത് അവരുടെ പേരങ്ങ് മാറ്റി. പേര് മാറ്റിയ കഥ പറഞ്ഞപ്പോഴാണ് രസകരമായ ഓർമ്മ വരുന്നത്. മാവേലിക്കരയിൽ അയ്യം എന്നൊരു ബൈബിൾ കോളേജുണ്ട്. ഞാനും അവിടെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. പരേതനായ ബഹുമാനായ കാനമച്ചൻ അവിടെ പഠിപ്പിക്കാൻ വന്നു. അച്ഛൻ ഈ സാക്ഷ്യമൊക്കെ പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെടാത്തൊരു സഹോദരൻ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, തന്നെ ഇനി ഇവിടെ ആരും അച്ഛനെന്ന് വിളിച്ച് ഞാൻ കേൾക്കരുതെന്ന് പറഞ്ഞു. ഒരു അച്ഛൻ്റെ സ്വതസിദ്ധമായ നർമ്മത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറഞ്ഞാൽ ആളുകൾ പേടിക്കുകയല്ല, ബ്രദർ അങ്ങ് പറഞ്ഞോളാൻ പറഞ്ഞു. സൗമ്യനായിട്ട് പറഞ്ഞു, ബ്രദർ എനിക്ക് മീശയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ ആളുകൾ പേടിക്കുകയല്ല, ബ്രദർ പറഞ്ഞേക്കാൻ പറഞ്ഞു. പുള്ളിക്ക് മനസ്സിലായി ഏക്കുന്നില്ലെന്ന് കണ്ടപ്പം അച്ഛൻ പറഞ്ഞു, ബ്രദർ പോകാൻ പറ്റിഞ്ഞ് വാ, ഞാൻ എന്നെ ഇതുവരെ അച്ഛനെന്ന് വിളിച്ചിട്ടില്ല, നാളെ തൊട്ട് വിളിക്കാനും ഉദ്ദേശിക്കുന്നില്ല, അത് ഞാൻ ഉറപ്പ് തരാം. മറ്റുള്ളവരിപ്പോൾ എന്ത് വിളിക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ എന്നെ ഇതുവരെ ഒന്നും വിളിച്ചിട്ടില്ലെന്ന്. രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ ഒന്നാം അധ്യായത്തിലെ കുഞ്ഞുങ്ങളുടെ പേരൊക്കെ മാറ്റി. പേര് മാറ്റിയത് വിളിക്കാനുള്ള എളുപ്പത്തിനാണ്, പോട്ടെ, സാരമില്ല. തന്നെ നമ്മുടെ ബൈബിൾ കോളേജിലൊക്കെ നോർത്ത് ഈസ്റ്റിലെ കുട്ടികൾ വരും. സാറൊക്കെ ഒത്തിരി പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുത്തൻ്റെയും പേര് ഓർത്തിരിക്കുകയില്ല. കാരണം ജിൻ ജാങ് ലിയാങ്, ബിയാക്ക്, തുളുങ്, താങ്മ, സാഗ്മ, ഇങ്ങനെയൊക്കെ പേര്. നമുക്കൊന്നും ഓർമ്മയില്ല. പിന്നെ ഇങ്ങനെ കണ്ടറിഞ്ഞങ്ങ് പോവാണ്. ഇത് അവരുടെ പേരിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഈ പേരൊന്നുമില്ല. ഇതുപോലൊരു പയ്യൻ കോവിഡ് വന്നപ്പോൾ തിരക്കിനിടയിൽ മരുന്ന് മേടിക്കാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നവൻ്റെ പേര് പറഞ്ഞു, ലാൽ മ്യാങ് താങ് എന്നങ്ങാണ്ട് പറഞ്ഞു. ഇത് കേട്ട പുള്ളി പറഞ്ഞു, ബാബു എന്നെഴുതും, വേണേ മരുന്ന് മേടിച്ചുകൊണ്ട് പോകാൻ. കാരണം ഇത് എഴുതി ഒന്നാമത് നേരമില്ല, കോവിഡ്. ആ മനുഷ്യൻ ഇതെല്ലാം കെട്ടിപ്പൊതിഞ്ഞിരിക്കുന്ന നേരത്ത് ലാൽ മ്യാങ് താങ് എന്നെഴുതാൻ നേരമില്ല. കുഞ്ഞുങ്ങളോടത്ത് പേരല്ലേ, എന്തെങ്കിലും വിളിച്ചോട്ടെ, സാരമില്ലെന്നേ. അത് കഴിഞ്ഞ് ഒന്നാം അധ്യായത്തിൽ പേര് മാറ്റി, രണ്ടാം അധ്യായത്തിൽ ഭക്ഷണം മാറ്റി, മൂന്നാം അധ്യായത്തിൽ ആരാധന മാറ്റി. സാത്താൻ്റെ ശക്തികൾ ഘട്ടം ഘട്ടം വരുന്നത് കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞു. സ്തോത്രം. അതിൻ്റെ തൊട്ട് മുമ്പ് മഹാരാജാവ് ഒരു സ്വപ്നം കണ്ടതാണ് നമ്മുടെ വായനയ്ക്ക് ആധാരം. നെബൂഖദ്നേസർ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടതും രാജാവ് ഭയന്നു. അയാളിത് മറന്നു. അസ്വസ്ഥചിത്തനായി നേരം വെളുക്ക് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. ശകുനവാദികൾ, മന്ത്രവാദികൾ, ആഭിചാരകന്മാർ, ലിസ്റ്റിൽപ്പെട്ട സകല ആളുകളെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ കണ്ട സ്വപ്നം മറന്നു, അത് ഓർമ്മിപ്പിക്കണം, അർത്ഥവും പറയണം. ഇവർ യൂണിയൻ കൂടിയിട്ട് പറയുക, ഇന്ന് വരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. രാജാവ് പറയുന്ന ഇന്ന് മുതലൊരു സംഭവം ഉണ്ടാവും, അർത്ഥം പറഞ്ഞില്ലെങ്കിൽ ഉത്തരവ് നടപ്പിലാക്കും, തല വെട്ടും. അന്ന് അവർക്ക് ആ ബോർഡ് ജീവിതത്തിൽ ആദ്യമായി ഭയന്നു. ഭാവി പറയും, ഭൂതം പറയും, വർത്തമാനം പറയും എന്നാണ് എഴുതിയിരിക്കുന്നത്. വർത്തമാനം അവിടെ ആകപ്പാടെ നടക്കുന്നുള്ളൂ. അത് കൃത്യമാണ്. കൃത്യം വർത്തമാനം നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇതുപോലെ ചങ്ങാതി ഭാവി, ഭൂതം, വർത്തമാനം പറയുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഞങ്ങൾക്കറിയാം. ഒരു ദിവസം ഞാനിങ്ങനെ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഒരു ക്രൈസ്തവ അമ്മച്ചിയും മോളും കൂടെ വരുന്നു. ഈ കുരിശുമാലയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ഏതോ ഒരു വിഭാഗമാണ്. ഇപ്പോൾ എൻ്റെ ഈ വേഷമൊക്കെ കണ്ടപ്പോൾ ഓർത്ത് അച്ഛനാന്നോർത്തൻ്റെ അടുത്ത് വന്നു. എന്നെ അച്ഛാന്ന് വിളിച്ചു. ഞാൻ എന്നെ ആരെങ്കിലും അച്ഛാന്ന് വിളിച്ചാൽ ഇന്ന് വരെ അത് നിരാകരിച്ചിട്ടില്ല. കാരണം ആ കാര്യത്തിൽ പോപ്പിനേക്കാൾ എനിക്ക് പ്രാഗൽഭ്യമുള്ളതുകൊണ്ട്. എന്നോട് ചോദിച്ചാൽ അച്ഛനാണോ? ഞാൻ പറഞ്ഞതേ. അപ്പോൾ ഈ കാര്യമൊക്കെ ചോദിച്ചിട്ട് അവസാനം പറഞ്ഞു, ഇവിടുന്ന് ഈ പോകുന്ന വഴിക്ക് ഈ ഭൂതത്തെയൊക്കെ വിടുന്ന ഒരാളുണ്ടല്ലോ, എനിക്കങ്ങോട്ടൊരു അയൽക്കാരനല്ലേ, അതുകൊണ്ട് പുള്ളിക്കെതിരെ പറയാനൊരു മടി. അവസാനം ഇവർ ചോദിച്ചു, ഈ അവിടെ ഇങ്ങനെ പോയാൽ ഭൂതം പോകുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷേ ഭാവി പോകും.
മനസ്സിലായില്ലേ? അത് ഞാൻ ഗ്യാരണ്ടി തരാം. സ്ഥിരം ഇവിടെ പോവുകയാണെങ്കിൽ ഭാവിയേ പോയി കിട്ടും. രാജാവ് പറഞ്ഞു, ഭാവി തകർക്കും സകലത്തിൻ്റെയും കുപ്പക്കുന്നാക്കുന്ന പദപ്രയോഗം വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. എന്താണെന്നറിയണ്ടേ? മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് കൊണ്ടിടുവന്ന് അവിടെ കൊണ്ട് തട്ടിക്കളയുന്നു, നശിപ്പിച്ച് കളയും. രാജകൽപ്പനയാ. അതിലൊരു തമാശ, വെട്ടാൻ നേരം ആദ്യം പിടിച്ചത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ദൈവദാസനെ. അപ്പോൾ വെട്ടാൻ എളുപ്പമാണല്ലോ. ഇനി പിടിച്ചു നമ്മുടെ ദാനിയേലിനെ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു സംഭവം കൂടെ ഓർക്കുക. ഞങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സാറിൻ്റെ ഒക്കെ കൂടെ നിരവധി സ്ഥലങ്ങളിൽ ഇങ്ങനെ കർത്താവിനെ പാടാനും പ്രസംഗിക്കാനും ഒക്കെ പോയിട്ടുണ്ട്. ബാംഗ്ലൂർ ഒരിക്കൽ ചെല്ലുമ്പോൾ അതിശക്തമായ ആക്രമണം, കല്ലേറ്, ബാനറെല്ലാം കീറിക്കളഞ്ഞു. വല്ലാത്ത ആക്രമണമാണ്. ഞങ്ങളുടെ പരിശീലനം പക്ഷേ ഞങ്ങളാരും ഓടത്തൊന്നുമില്ല. അവിടെ ഇരിക്കണം, അവിടെ നിന്ന് പോകാനൊന്നും നോക്കിയില്ല. ഇതൊക്കെ സംരക്ഷിക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ ഏറുകൊണ്ടിരിക്കണം. എങ്ങനെങ്കിലും തടയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ബൈബിൾ ഉയർത്തിപ്പിടിക്കുകയേ ചെയ്യാവുള്ളൂ, വേറൊരു വഴിയില്ല. ഞാൻ മറ്റൊരു കഥയാണ് പറയുന്നത്. ഞങ്ങളുടെ ആ ഭാഗത്തൂടെ തിരുവനന്തപുരം മേഖലയിൽ നിന്ന് കുറേ പിള്ളേർ പരസ്യം നടത്തി വന്നു. ആരവിടെ വന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും ആരാണ്ട് കയറി ഉടക്കി. ഒന്ന് പറഞ്ഞു, രണ്ട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അടി, പൂരം അടി. അതിൽ ഈ കൂടെ രണ്ട് വേണ്ടത്ര മാനസാന്തരം വരാത്ത പിള്ളേരുണ്ടായിരുന്നു. ഇവന്മാരങ്ങ് പെരുക്കിക്കളഞ്ഞു. ചുമ്മാ പിള്ളേരെല്ലാം പണി പഠിച്ചവന്മാരെ. ഇടതുകാല് മുമ്പിൽ വെച്ചു, വലതുകാല് പിന്നിൽ വെച്ച് വീശി അടിച്ചു എന്നൊക്കെ പറയുന്ന പോലെ, സിംഹത്തഞ്ചം പിടിച്ച് എന്നൊക്കെ പറയുന്ന രീതികളില്ലേ. ആകെ പ്രശ്നമായി. അവസാനം കേസായി. പോലീസ് പിടിച്ചു. രണ്ടു കൂട്ടരെയും വിളിച്ചു. SI ഒരു മാന്യനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ചോദിച്ചൊക്കെ വന്നപ്പോൾ ഈ ന്യായം നിന്ന് പ്രസംഗിച്ചവരുടെ ഭാഗത്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ലോക്കലിലെ പുള്ളികളെല്ലാം ഇങ്ങനെ അടിയൊക്കെ കൊണ്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, നിങ്ങളെന്തിനാണ് ഇതൊക്കെ ചെയ്തേ? അപ്പോൾ മറ്റവരോട് ചോദിച്ചു, ഇതൊക്കെയല്ല നിങ്ങളെന്തിനാ അങ്ങോട്ട് കയറി? അവരിത് സാങ്ഷനൊക്കെ എടുത്ത് പ്രസംഗിക്കില്ലേ? നിങ്ങളവരെ കയറി തല്ലിയോ? നിങ്ങളല്ലേ തുടങ്ങി വെച്ചേ ബഹളം? നിങ്ങളെന്തിനാ പോയേ? അപ്പോൾ ഈ കൂടുതൽ തല്ലി കിട്ടിയതിൻ്റെ ക്യാപ്റ്റൻ പറയുക കരഞ്ഞുകൊണ്ട്, എൻ്റെ സാറേ, പാസ്റ്റർമാരാന്നോർത്താ ഞങ്ങൾ തല്ലിയേ. പല അർത്ഥമുണ്ട് അതിന്. ഇങ്ങനെ പോയി അബദ്ധം പറ്റിയവരൊക്കെ ഉണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് കോവളത്ത് പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ മാരുണ്ട് അവിടെ പാടാൻ. പാട്ടൊക്കെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് തീരാൻ നേരം പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു, നിങ്ങളാണോ അവിടെയൊക്കെ വന്നേ? ഞങ്ങളാ അച്ഛാ അവിടെയൊക്കെ വന്നേ. എന്നിട്ട് പറയാ, അച്ഛാ പ്രോഗ്രാം വല്ലതും ഉണ്ടേ പറയണേ. ഞാൻ നിന്നെയൊന്നും ആ പഞ്ചായത്ത് വഴി കണ്ടേക്കല്ലേ, ഇതിങ്ങനെ ധാവിക്കേണ്ട കാര്യമൊന്നുമല്ലെന്ന് മനസ്സിലാകുന്ന ദൈവമക്കൾക്ക്. പോട്ടെ. ഒരാൾ പറയാം പ്രോഗ്രാം ഉണ്ടേ പറയണമെന്ന്. ഈ പ്രോഗ്രാം ഒക്കെ വിട്ടു വന്നവരാണ് നമ്മൾ. ഹല്ലേലൂയ. പിടിച്ചതും ദാനിയേലിനെ വെട്ടാൻ വേണ്ടി വാളിഞ്ഞോട്ട് ഉറയിൽ നൂരിയെടുക്കുകയും. ദാനിയേൽ സമചിത്തയോട് ചോദിച്ചു, സാറേ നിൽക്ക്, എന്തിനാ വെട്ടുന്നേ? വെട്ട് നിർത്ത്. അപ്പോൾ ഈ വന്നതിലൊരു മര്യാദക്കാരനുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു, സാറേ ഇപ്പം ഇണക്കമൊന്നുമല്ല, മോളിൽ നിന്നുള്ള ഓർഡറാണ്. ഇത് സാറിനെ അടക്കം കൊന്നേക്കാൻ ലിസ്റ്റാ. 100 കണക്കിന് ആളുകളെ ലിസ്റ്റൊന്ന് ഓടിച്ച് നോക്കിയിട്ട് പറഞ്ഞു, അതേ മൊത്തം മരവിപ്പിച്ചേക്ക്. രാജകൽപ്പന മരവിപ്പിക്കുക. എന്താ കാര്യം? എടാ ഞാനാ പറഞ്ഞ മരവിപ്പിക്കാൻ, നീ മരവിപ്പിക്ക്. എന്നിട്ട് ഞാൻ ഓടുകയല്ല, എന്നെക്കൊണ്ട് രാജാവിൻ്റെ മുമ്പിൽ നിർത്തണം. മുമ്പിലേക്ക് നിർത്ത, ബാക്കി ഞാൻ ഏറ്റു. ഒരു കാര്യം മനസ്സിലായോ? മുഴങ്കാലിരിക്കുന്ന ഭക്തന് നിയമത്തിൻ്റെ രേഖകളെ അപ്രസക്തമാക്കാൻ കഴിയുന്ന, രാജകൽപ്പനകളെ ദുർബലമാക്കാൻ കഴിയുന്ന ഉയരത്തിലെ രാജാവിൻ്റെ കൽപ്പന അവൻ്റെ ഹൃദയത്തിലുണ്ട്. ഈ ശക്തിയോടെ, ഈ ചിന്തയോടെ വേണം പോകാൻ. അതുകൊണ്ട് നമുക്കെതിരെ വരുന്ന വിധിയെഴുത്തുകളെ മുഴുവൻ മായ്ച്ചു കളയാൻ കഴിയുന്ന, ചട്ടങ്ങളാൽ വിരോധമായ കൈയെഴുത്തുകളെ മുഴുവൻ മായ്ക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശമാണ് ഈ രാത്രി കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം. അതിനെ അങ്ങ് മരവിപ്പിച്ചു. എതിരെ ഉയരുന്ന സകല അധാർമിക ചിന്തയും കണ്ടിട്ട് ഭക്തൻ പറയണം, വിശ്വാസത്താൽ ഞാൻ നിന്നെ റദ്ദ് ചെയ്യുകയാണ്. ഇതാ നമുക്കെതിരെ എഴുതി വച്ചിരിക്കുന്ന വിധികൾ കണ്ടിട്ട് പറയണം, വിശ്വാസത്താൽ ഞാൻ നിന്നെ നിരാകരിക്കുകയാണ്. ഡോക്ടറെ കുറിപ്പടി കണ്ട് പേടിക്കരുത്, സ്കാനിംഗ് റിപ്പോർട്ട് കണ്ട് പേടിക്കരുത്. നമുക്കെതിരെ ഉയരുന്ന, പ്രാണനെതിരെ വിലവേശുന്ന സകലവിധ ആലോചനകളെയും കണ്ടിട്ട് ഭക്തൻ ജയിച്ചിട്ട് പറയണം, വിശ്വാസത്താൽ ഞങ്ങൾ ജയിക്കുന്നു, ഞങ്ങളതിനെ റദ്ദ് ചെയ്യുന്നു, വിശ്വാസത്താൽ ഞങ്ങളതിനെ അതിജീവിക്കുന്നു.
ആ രംഗം അങ്ങോട്ട് തുടരുന്ന വായിച്ച് ചെന്നപ്പോൾ പറഞ്ഞു, ഈ രാജാവിനൊരു പ്രശ്നമുണ്ട്. ഈ വ്യാഖ്യാനമൊക്കെ കൃത്യം പറഞ്ഞാൽ പിടിച്ച് ഈ പുള്ളിയെ ദൈവമാക്കും. അതായാലും വലിയ പാടാണ്. അപ്പോൾ ചില നമ്മളൊക്കെയാണ് എന്ത് പറഞ്ഞാൽ, ഇപ്പം ജനം എന്നെ അങ്ങനെ കാണുകയാണെ വേണ്ടെന്ന് പറയാനോ പോകും. മനസ്സിലായി? ഇപ്പോൾ ജനങ്ങൾ എന്നെ അങ്ങനെ അങ്ങ് ബഹുമാനിക്കുക, വേണ്ടെന്ന് പറയാനോ പോകും. ഇങ്ങനെ ഇത് ആസ്വദിക്കുന്ന മനുഷ്യരുണ്ട്. ഒരാളെ പറ്റിയൊക്കെ അത്യാവശ്യം പറയാനും കുഴപ്പമില്ല. ഈ അതിര് വിട്ടു പോകുന്നത് വലിയ കുഴപ്പമാണെന്നേ. ഈ നോട്ടീസിലൊക്കെ പേര് വെക്കുന്നൊരു തെറ്റല്ല. ചില ഈ പേരൊന്നും വെക്കാതെ എന്തോ പരീക്ഷ ബോധമൊക്കെ പേര് വെക്കണം. ആരാണ്ട് എഴുതിയ സുവിശേഷമൊന്നല്ലല്ലോ, മത്തായി എഴുതിയ സുവിശേഷം ഒന്നാണ്. അതിന് വരെ എനിക്ക് മത്തായി വായിക്കാനാണ് താല്പര്യം. ലൂക്കോസ് പോയി അനുപരം വായിക്കാനോ ഒന്നിച്ച് കിടന്നുള്ള സ്ഥിതി ആലോചിച്ചതെല്ലാം കൂടെ. ആരാണ്ട് എഴുതിയൊരു ലേഖനം അല്ല, പൗലോസ് തന്നെ എഴുതിയതാ. ഹെഡിങ്ങൊക്കെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോഴേ നമ്മൾ കണ്ടത് ഇതങ്ങ് മരവിപ്പിച്ച് ദാനിയേൽ പറഞ്ഞു. ആദ്യം പറഞ്ഞു, രാജാവേ, ശേഷം മനുഷ്യരെക്കാൾ എനിക്കൊരു വ്യത്യാസമില്ല. നമ്മളിപ്പോൾ അംഗീകരിക്കാത്തൊരു കാര്യമായത്. ഞാൻ ഈ അടുത്ത കാലത്ത് കുട്ടികൾ ന്യൂ ജനറേഷൻ ഒരു ഭാഷയുണ്ട്. പിള്ളേർ പറയല്ലേ ഭയങ്കര തള്ളാ പുള്ളിയെന്ന്. പഴയ ആൾക്കാർക്ക് അത് അറിയുമോയെന്നറിയത്തില്ല. തള്ളുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ചുമ്മാതെ ഇങ്ങനെ സംസാരിക്കുക, വാചകടിക്കുക. ഞാനെൻ്റെ ജീവിതത്തിൽ ഇത് ഏറ്റവും അധികം മനസ്സിലാക്കിയത് 2-3 ടൈപ്പ് ആളുകളാണ്. ഒന്ന്, മിലിറ്ററിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് വന്ന ചേട്ടന്മാർ. പാകിസ്ഥാൻ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു മിസൈൽ എടുത്തെറിയുകയും ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഗ്ലാസ് അങ്ങോട്ട് മാറ്റി വെച്ചു, ഞാൻ ഈ കൈ കൊണ്ട് പിടിച്ചു, അതായി മുറി വന്നു. പാവം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇത് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. നമ്മൾ നടുങ്ങി കേട്ടിരിക്കുക നേരാന്ന്. വേറൊരു കൂട്ടരുണ്ട്, ഭൂതത്തെ ഇറക്കുന്ന നമ്മുടെ സഹപ്രവർത്തകർ. സംസാരിച്ചിങ്ങനെ വരുമ്പോൾ പറയത്തില്ലേ, പലരും കേരളത്തിൽ അറിയപ്പെടുന്ന പല ദൈവദാസന്മാരും അവിടെ ചെന്നു, ഭൂതം പോയില്ല. 7 ദിവസം പ്രാർത്ഥന നടന്നു. 7-ാം നാൾ ഈ ഏഴയും പൂഴിയും കൃമിയും ചാരവുമായ പാവപ്പെട്ട ഞാൻ അവിടെ ചെന്നു. അന്ന് വിടുതലായിരുന്നു. ഇതൊന്നും എൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി പറയുന്നതല്ല, കുറച്ചേരം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദാനിയേൽ പറഞ്ഞു, ശേഷം മനുഷ്യരെക്കാൾ എനിക്കൊരു വിശേഷതയില്ല. കർത്താവുള്ളതാണ് നമ്മുടെ എല്ലാം വിശേഷത. യേശു ഇല്ലെങ്കിൽ നമ്മൾ വട്ടപൂജ്യമാന്നേ, വട്ടപൂജ്യം. ഞങ്ങളുടെ സ്കൂളിലെ കൂട്ടുകാരൊരു ഒത്തുചേരലുണ്ടായിരുന്നു. ഞാനൊരു ശരാശരി പഠിക്കുന്ന, ഈ ജയിക്കണം, ഈ മഹാകഷ്ടത്തിലൂടെ ജയിക്കാൻ താല്പര്യമില്ല, ശ്രമിച്ച് ജയിക്കണം, ഒരു സെക്കൻഡ് ക്ലാസ്സിലൊക്കെ പാസ്സാകണം, ഈ ഒരു ചിന്തയാണ്. ഫസ്റ്റ് ക്ലാസ് ഒന്നും ഇന്നും വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെയാണ്. അതിനുള്ളൊരു ബുദ്ധിയൊന്നുമില്ല. അപ്പോൾ എങ്കിലും എന്നെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ സാറുമാർക്ക് ഇങ്ങനെ പ്രതീക്ഷയായിരുന്നു. ചില ടീച്ചർമാർക്കൊക്കെ അറിയാം നമ്മൾ എത്തി നിൽക്കുന്ന സുവിശേഷത്തിൻ്റെ വ്യാപനത്തെപ്പറ്റി, അവർക്കൊക്കെ വലിയ കാര്യം. ഒരു കൂട്ടുകാരൻ വന്നിട്ട് പറയുക, കാര്യം ഇതൊക്കെ ആണെങ്കിലും എൻ്റെ പ്രതീക്ഷ പോലെ നീ ആയില്ലല്ലോടാ. ഞാൻ ചോദിച്ചു, നിന്നോട് ആര് പറഞ്ഞു പ്രതീക്ഷിക്കാൻ? നിൻ്റെ പ്രതീക്ഷ പോലെ ആകാമെന്ന് ഞാൻ വല്ല വാക്കും തോന്നും. ഞാൻ അവനോട് തിരിച്ചൊരു കാര്യം പറഞ്ഞാൽ ഇന്ന് പറയാൻ തുടങ്ങുന്നത്, നമ്മുടെ പ്രതീക്ഷകളെക്കാൾ നമ്മൾ എത്തിയെന്നേ. നമ്മളെല്ലാം എത്തി. നമ്മളെവിടെ നിൽക്കേണ്ടവരാ? നമ്മൾ ആരാകേണ്ടവരാ? ക്രിസ്തുവിനോട് കൂടെ നിന്നപ്പോഴാ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ വളർച്ച. യേശുവിനോട് കൂടെ നിന്നതാ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ വിജയം. അതെല്ലാവർക്കും മനസ്സിലാവില്ലല്ലേ? ആ ക്രിസ്തുവിൻ്റെ കൂടെ ചേർന്ന് നിന്നതാ ജീവിതത്തിൻ്റെ മുഴുവൻ അതിജീവനം. ഹല്ലേലൂയ. ശേഷം മനുഷ്യരെക്കാൾ എനിക്കൊരു വിശേഷതയുമില്ല. അടുത്തതാ സത്യം. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവം മേലാൽ സംഭവിപ്പാൻ പോകുന്നത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. തിരുമനസ്സുകൊണ്ട് രാത്രി ഉറങ്ങുമ്പോൾ നാളുകൾ എന്താകും എന്നൊരാകാംക്ഷ വന്നപ്പോൾ ദൈവം ഒരു ദർശനം തന്നു. ആകാശത്തോളം എത്തുന്നൊരു വൃക്ഷം, ആകാശത്തോളം എത്തുന്ന ഒരു ബിംബം. വൃക്ഷം 4-ാം അധ്യായത്തിലാണ് ഒരു ബിംബം. അതൊരു സമ്മിശ്ര ലോഹബിംബമായിരുന്നു. ബിംബത്തിൻ്റെ തല തങ്കനിർമ്മിതമാണ്. നെഞ്ചിൻ്റെ 2 കൈകളും വെള്ളിയിൽ നിർമ്മിച്ചതാണ്. ആ ബിംബത്തിൻ്റെ ഉദരം താമ്രം കൊണ്ട് നിർമ്മിച്ചതാണ്. തുട ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചത്.
കാൽ പാതി കളിമണ്ണും പാതി ഇരുമ്പും. ഇതാണ് കണ്ട സ്വപ്നത്തിൻ്റെ ആദ്യ ഭാഗം. ഈ ബിംബം കണ്ട് പേടിച്ചു എന്നാണ് നമ്മളീ പലരും ധരിച്ചല്ല. ഇയാൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് ഉണ്ടാക്കുന്ന പാർട്ടി ഇത് കണ്ടാൽ പേടിക്കുമോ? പേടിക്കുകയല്ല. അവനെ പേടിപ്പിക്കാനൊരു പണി ദൈവം കാണിച്ചു. അവൻ നോക്കിക്കൊണ്ടിരിക്കുക കൈ തൊടാത്തൊരു കല്ല്. ലോകത്തിലെ സകല കല്ല് എറിയണമെങ്കിൽ എവിടെങ്കിലും കൊള്ളണമെങ്കിൽ ആരെങ്കിലും എറിയണം. കൈ തൊടാത്തൊരു കല്ല് പാഞ്ഞു വന്ന് കാൽപാദത്തിലടിച്ച് ബിംബത്തെ തകർത്ത് ഇതിൻ്റെ പാർട്സുകളെല്ലാം തവിട് പൊടിയായി പറന്നു. എന്നിട്ട് ഈ കല്ല് വളർന്നു ഒരു മഹാപർവ്വതമായി. ഈ കല്ല് അവനെ ഭയപ്പെടുത്താൻ കാരണം ഒന്ന്, ഇത് കൈ തൊട്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കല്ല് വളരുന്ന പ്രക്രിയയില്ല, പക്ഷെ ജീവിതത്തിൽ ആദ്യം കല്ല് വളരുന്നത് അവൻ കണ്ടു. കല്ല് വളർന്ന കണ്ടപ്പോൾ മനസ്സിലായി അതിന് ജീവനുണ്ട്. അതൊരു മഹാപർവ്വതമായി തീരുന്ന കാഴ്ച കണ്ടപ്പോൾ താൻ ഇതുവരെ കെട്ടിപ്പൊക്കിയ സകലവിധമായ കാര്യാദികൾക്കും അപ്പുറത്ത് ഒരു ഇടപെടൽ എവിടെ നിന്നോ സംഭവിക്കുന്നു എന്നോർത്ത് പരിഭ്രാന്തിപ്പെട്ടു, സ്വപ്നം മറന്നു. രാജാവേ, നീ ആ ചരിത്രത്തിൻ്റെ തങ്കശോഭയുള്ള ചക്രവർത്തി. നിന്റെ കാലശേഷം പുത്രൻ്റെയൊക്കെ കാലമെത്തുമ്പോഴേക്കും രാജ്യം തകരും. അതിനുശേഷം വീര്യം കുറഞ്ഞ 2 രാജ്യങ്ങളുടെ കോർഡിനേഷൻ വരും. അത് ഉലകത്തെ ഭരിക്കും പേർഷ്യ. അങ്ങകലെ ഇറാനിൽ ആരംഭിച്ച് ഇന്ത്യ വരെ വ്യാപിച്ചു കിടന്ന മഹാസാമ്രാജ്യമില്ലേ പേർഷ്യ. 3ാമത് ഉലകത്തെ മുഴുവൻ കിടുകിടാ വിറപ്പിക്കുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ഗ്രീക്ക് സാമ്രാജ്യം വരും. 4ാമത് ഇരുമ്പ് മുഖം വെച്ച് മനുഷ്യരാശിയെ മുഴുവൻ ഭയപ്പെടുത്തുന്ന റോമൻ യുഗം വരും. റോമൻ ഭരണകൂടവും അസ്തമിച്ച ശേഷം നമ്മൾ ഇന്ന് കാണുന്ന ആധുനിക ജനാധിപത്യക്രമം, അതാ ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേർച്ചയിൽ യോജിക്കാതിരിക്കുന്ന സഖ്യങ്ങളും മുന്നണികളും ധാരണകളും ഉണ്ടായിട്ട് അസ്ഥിരങ്ങളായ ഭരണകൂടങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ വരും. ഈ അസ്ഥിര ഭരണകൂടങ്ങളെ മുഴുവൻ നിഷ്പ്രഭമാക്കിക്കൊണ്ട് കൈ തൊടാത്തൊരു കല്ല്. എന്താണ് കൈ തൊട്ടില്ലെന്ന് പറഞ്ഞാൽ? ധന്യനായ യേശുക്രിസ്തുവിന്റെ ജനത്തെക്കുറിച്ച് പറയുക, അവൻ പുരുഷന്റെ ഇഷ്ടത്താലല്ല, ഒരു കൈയുടെ ഇടപാടിനാലല്ല, ഒരു സ്ത്രീയുടെ ഇടപാടിനാലല്ല, മാനുഷിക സംസർഗങ്ങൾക്കപ്പുറത്ത് അത്യുന്നതൻ നിശ്ചയിച്ച വിധി നിർണയം പോലെ കാലത്തിന്റെ സമ്പൂർണതയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജഡമെടുത്ത് ഇഹലോകത്തിലേക്ക് വന്നു. അവൻ ഒരു മഹാപർവ്വതമായി ഒരു കല്ല്. ഈ കല്ലിന് ജീവനുണ്ടെന്ന് തെളിഞ്ഞത് വ്യക്തമായി ലബോറട്ടറി ടെസ്റ്റ് ചെയ്ത് തന്നെയാണ്. എവിടെയായിരുന്ന ലബോറട്ടറി തരേണ്ട? അരിമത്തയിലെ യോസേഫിൻ്റെ കല്ലറ ഒരു ലാബാക്കി ഓപ്പറേറ്റ് ചെയ്ത് ഈ കല്ലവിടെ വച്ചു. ഈ കല്ല് അതിനുള്ളിൽ വെച്ചിട്ട് അക്ഷരാർത്ഥത്തിൽ ഒരു ശില കൊണ്ട് ഈ ഗുഹ കല്ലറയെ മൂടി. അതിൽ പശമണ്ണ് തൂത്ത് പൊതിഞ്ഞു. റോമൻ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക മുദ്ര പതിച്ചു. കാവൽക്കുട്ടത്തെ കാവൽ നിർത്തി. ഒരു കാര്യം മനസ്സിലാക്കണം, പുറത്തടച്ചിരിക്കുന്നതൊരു കല്ലാണെങ്കിൽ അകത്തു വെച്ചതും മറ്റൊരു കല്ല. പക്ഷേ ഈ കല്ലിനൊരു പ്രത്യേകതയുണ്ട്. പുറത്തെ കല്ല് മനുഷ്യൻ കൊത്തിച്ചെത്തി പരുവം വരുത്തി ആ ദൃഢത ഉറപ്പ് വരുത്തിയതാണെങ്കിൽ അകത്തെ കല്ലിന് അതിനില്ലാത്തൊരു പ്രത്യേകതയുണ്ട്, അതിന് ജീവനുണ്ട്. അതുകൊണ്ട് ധന്യനായ പത്രോസ് പറയുക, നിങ്ങളും ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നു. ചിലരെങ്കിലും തെറ്റിച്ചു, ഈ കല്ല് പത്രോസാണെന്ന്. അതുകൊണ്ട് ആ ദൈവം പത്രോസിനെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിച്ച് പത്രോസിൻ്റെ ഇടത്തിൽ പറയുക, നിങ്ങളും ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്. പത്രോസിനെ യേശു വിളിച്ചു പെട്രോസ് എന്ന് വേണേൽ പറയാം. നീ പെട്രോസാവും, ഈ ലിത്തോസിന്മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. 2 കാര്യമാണ്. പെട്രോസ് എന്ന് പറഞ്ഞാൽ ഒരു കരിങ്കൽ മട, ക്വാറി, അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കുന്നൊരു കഷണം ആ ലിത്തോസ്. 2 അർത്ഥം. കുട്ടികൾ സ്കൂളിലൊക്കെ പഠിക്കും, ലിത്തോസ്ഫിയർ എന്നൊക്കെ പഠിക്കല്ലോ. ഈ ലിത്തോസ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഇത് അടിസ്ഥാനമാണ്. ഈ അടിസ്ഥാനത്തിൽ നീ ഒരു വെളിപ്പാട് കണ്ടു. ആ വെളിപ്പാടിൽ നിനക്കൊരു കാര്യം മനസ്സിലായി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ആ വെളിപ്പാടിലാണ് ദൈവത്തിൻ്റെ സഭ പണിയേണ്ടത്. ആ വെളിപ്പാടിൽ പണി കഴിപ്പിച്ച സഭയെ നോക്കി കർത്താവ് പറഞ്ഞു, പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കാൻ കഴിയുകയില്ല. ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കലേക്ക് വരാൻ ഈ രാത്രിയും ആഹ്വാനം തുറന്നുകൊണ്ടിരിക്കുക. വിശ്വാസത്താൽ അവൻ്റെ അരികിലേക്ക് വരാൻ. ഇത് കണ്ട് രാജാവ് നടുങ്ങി. എന്താണ് സംഭവിച്ചെന്നറിയണ്ടേ? പ്രവാചകൻ പ്രവചിച്ചതുപോലെ
അക്ഷരാർത്ഥത്തിലൊരു സംഭവമുണ്ടായി. ഈ ബാബിലോന്യ പട്ടണം ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്നു. എനിക്കൊരു വാക്യമൊന്ന് വായിച്ച് സഹായിക്കണം. യെശയ്യാ 45:1 മുതൽ. പ്രിയരെ, മനസ്സിലാക്കുക, ഈ ഇറാഖ് എന്ന ബാബിലോൺ ഭരിച്ചുകൊണ്ടിരുന്ന ചക്രവർത്തി നെബൂഖദ്നേസറിൻ്റെ പേരക്കിടാവായ ബേൽശസ്സർ ഭരിക്കുമ്പോൾ അയാൾക്കൊരാഗ്രഹം, തൊട്ടടുത്ത് കിടക്കുന്ന പേർഷ്യ വെട്ടിപ്പിടിക്കണം, അത് കാൽ കീഴാക്കണം. പേർഷ്യൻ രാജാവിൻ്റെ പേര് സൈറസ് എന്നാണ്. അയാളിത് കേട്ടറിഞ്ഞു, എന്നെ ആക്രമിക്കാൻ ഇതാ ബാബിലോന്യ പട വരുന്നു. വായിച്ചാട്ടെ എടുത്തെങ്കിൽ. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. കേൾക്കണേ, ഞാൻ നിനക്ക് പറയാം. പ്രിയരെ, യഹോവ തൻ്റെ അഭിഷിക്തനായ സൈറസ് അഥവാ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു എന്ന് യെശയ്യാവ് മൊഴിയുമ്പോൾ കോരസ് ജനിച്ചിട്ടില്ല. കോരേശ് എന്ന പേർഷ്യൻ ചക്രവർത്തി ജനിക്കുന്നതിൻ്റെ 1 നൂറ്റാണ്ട് മുമ്പ് അവൻ്റെ പേർ ചൊല്ലി വിളിക്കാൻ ധൈര്യം കാട്ടിയ പുസ്തകത്തിൻ്റെ പേരാ വിശുദ്ധ ബൈബിൾ. ഈ രാജാവ് എഴുന്നള്ളും, ബാബിലോന്യ ചക്രവർത്തിയെ തകർക്കും. അത് സംഭവിച്ചു. ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രിയരെ, ഈ ബാബിലോന്യ ചക്രവർത്തിയായ ബേൽശസ്സറിന് തൊട്ടടുത്ത് കിടക്കുന്ന പേർഷ്യ ആക്രമിച്ച് കാൽക്കീഴാക്കാൻ മോഹമുദിച്ചിട്ട് അതിനുവേണ്ടി സന്നാഹങ്ങൾ ഒരുക്കുമ്പോൾ ഇതറിഞ്ഞ പേർഷ്യൻ ചക്രവർത്തി ചിന്തിച്ചു, അവൻ്റെ അരികിലേക്ക് ഞാൻ യുദ്ധത്തിന് ചെന്നാൽ ഞാൻ തോറ്റു തുന്നം പാടും, അവനെന്നെ പിടിച്ചടക്കും, ഒതുക്കും. അതുകൊണ്ട് കീഴടങ്ങാൻ എനിക്ക് മനസ്സുമില്ല, ഒളിച്ചു പോകാൻ ഞാൻ ഭീരുവല്ല. വ്യത്യസ്തമായൊരു കാര്യം ചിന്തിച്ചു. അവൻ ഇവിടേക്ക് വരും മുമ്പ് അവൻ്റെ രാജ്യത്തിലേക്ക് ഞാൻ ഇരമ്പിക്കയറി പരമാവധി നാശം വരുത്തി പൊരുതി മരിക്കും. സൈറസ് അടുത്ത അനുഗാമികളോട് ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കേ ഒരു വിശിഷ്ടാതിഥി കാണാൻ വന്നു. അമ്മായിയപ്പനാണ്. അമ്മായിയപ്പൻ വന്നിട്ട് പറഞ്ഞു, കുഞ്ഞേ, നീ ബാബിലോൺ ആക്രമിക്കാൻ പോകുന്നെന്ന് കേട്ടു, നേരോ? അതെ പ്രഭു. 87 അടി കനത്തിൽ 100 അടി ഉയരത്തിൽ 250 കാവൽ ഗോപുരങ്ങളോടെ ഒരിക്കലും തുറക്കാത്ത 100 വാതിലോടുകൂടെ സുശക്തമായ ആ രാഷ്ട്രത്തിൻ്റെ ഉറപ്പ് നിനക്കറിയാമോ? അറിയാം പ്രഭു. ഇത് അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ പൊരുതി മരിച്ചില്ലെങ്കിൽ അങ്ങയുടെ മക്കളും ഭാര്യയും, എൻ്റെ ഭാര്യയും അങ്ങയുടെ മകളും കുഞ്ഞുങ്ങളുമൊക്കെ അനാഥരാകും. അങ്ങ് ഈ രാജ്യം നോക്കിക്കൊള്ളണം. ഞാൻ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുക. അമ്മാവിപ്പം പറഞ്ഞു, പേടിക്കണ്ട, നീ തോക്കത്തൊന്നുമില്ല, നീയേ ജയിക്കൂ. അമ്പരന്ന് പോയി. അതെന്താ കാര്യം? കുഞ്ഞേ, ഒരു ഈച്ചയ്ക്കും പറന്നു കിടക്കാനാവാത്ത സുരക്ഷിതത്വമുള്ള അവൻ്റെ കോട്ടയ്ക്കകത്ത് കടക്കാൻ ഞാനൊരു രഹസ്യ വഴി കണ്ടെത്തിയിരിക്കുന്നു. വേഷം മാറി എൻ്റെ പടയാളികൾ ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും ആയുധം വെച്ച് കെട്ടി സുഗന്ധവസ്തുക്കൾ വിൽക്കുന്ന വ്യാപാരികളുടെ വേഷത്തിൽ അവിടെ എത്തിക്കഴിഞ്ഞു. പിതാവേ, അതെങ്ങനെയാ? പറയാം. അവൻ്റെ രാജ്യത്തിൻ്റെ ഒത്ത നടുവിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദിയിലെ അതിൻ്റെ മുകളിൽ ഞാനൊരു ചിറകെട്ടി. മാസങ്ങൾ കൊണ്ട് ചിറകെട്ടി വെള്ളം ഗതി തിരിച്ചു വിട്ടപ്പോൾ ഉണങ്ങിയ നിലത്തിൻ്റെ മുകളിൽ നിന്നും താഴെ നിന്നും ആളുകൾ സുഗന്ധവസ്തുക്കൾ വിൽക്കുന്ന വ്യാപാരികളുടെ വേഷത്തിൽ അകത്ത് കടന്നു ആയുധം വെച്ച് കെട്ടിയ ഒരു വിസിൽ മുഴങ്ങേണ്ട താമസം അടി നടക്കും. കണ്ടോ? ഒരു അമ്മായിപ്പൻ ചെയ്ത പണിയുണ്ടോ? അതിന് പകരം നമുക്കൊക്കെ അമ്മായിയപ്പൻ. കല്യാണം കഴിക്കാനുള്ള പിള്ളേരുണ്ടെങ്കിൽ ഓർത്തോണം, വളരെ ബുദ്ധിപൂർവ്വം ചെയ്തോണം. വണ്ടി മേടിക്കുന്നതും പെണ്ണ് കെട്ടുന്നതും സൂക്ഷിച്ചോണം മക്കളെ. മനസ്സിലായോ? ഇനിയും പറ്റിയതൊക്കെ പറ്റിപ്പോട്ടെ. ഇത്തരം ഒരു അമ്മായിയപ്പൻ. പുള്ളി പറഞ്ഞാൽ അടിക്കാൻ പറഞ്ഞു. പക്ഷെ കോരേശ് പറഞ്ഞു, അങ്ങനെ ഈ ഒളിച്ചും പാത്തും ഞാൻ അടിക്കില്ല. അപ്പച്ചനതിലെ പോര്. അഭിമുഖ യുദ്ധം. കോരേശ്
ആയുധസന്നാഹങ്ങളോടെ ബാബിലോന്യക്കോട്ടയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ 100 101 കതകും മലർക്ക തുറന്നു കിടക്കുന്നു. അമ്പരന്നുപോയി. അകത്തോട്ട് കിടക്കാൻ തുടങ്ങുമ്പോൾ ഒരു അനുചരം വന്നിട്ട് പറയുക, സാർ കിടക്കല്ലേ, നമ്മളെ അകത്ത് കയറ്റിയിട്ട് അടച്ചൊതുക്കി ബേൽസസർ അഴിഞ്ഞാട്ടം നടത്തും, കൊന്നു കൊലവിളിക്കും, ശ്വാസം മുട്ടിക്കും. പുള്ളി പറഞ്ഞു, ഞാനേ മരണം പ്രതീക്ഷിച്ച് വന്നവനാ, ഇതൊന്നും എന്നെ തളർത്തുകയല്ല. രണ്ടാമത് കണ്ട കാഴ്ച, താടി നീട്ടി വളർത്തിയ കണ്ണുകൊഴിഞ്ഞ തേജോരൂപികളായി ഒരുപറ്റം ആളുകൾ വന്ന് അടുത്ത് നിന്നു. പ്രായമുള്ള അപ്പച്ചന്മാർ. അവർ ചോദിച്ചു, പ്രഭോ, അങ്ങ് സൈറസ് അല്ലേ, പേർഷ്യൻ ചക്രവർത്തി? അതെ. അങ്ങയ്ക്കിത് കോട്ടയ്ക്കുള്ളിലേക്ക് സ്വാഗതം. നിങ്ങളാരാ? ശത്രുവിൻ്റെ രാജ്യത്തിലേക്ക് എന്നെ സ്വാഗതം ചെയ്യാൻ? പ്രഭു, ഞങ്ങൾ നിൻ്റെ ശത്രുക്കളല്ല. 70 ആണ്ടുകൾക്ക് മുമ്പ് അടിമകളായി ഞങ്ങൾ വന്നതാണ് ഇവിടെ. ഞങ്ങളൊരിക്കൽ ഇതിനകത്തു നിന്ന് വിടുവിക്കപ്പെടുമെന്നും സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുമെന്നും ഞങ്ങളുടെ വാഗ്ദത്ത ദേവാലയം പുനർനിർമ്മിക്കുമെന്നും ഏകസത്യ ദൈവത്തിൻ്റെ ആരാധന പുനരാരംഭിക്കുമെന്നും അതിന് കാരണക്കാരൻ നീ ആകുമെന്നും നീ ജനിക്കുന്നതിൻ്റെ 1 നൂറ്റാണ്ട് മുമ്പ് നിന്റെ പേരെഴുതി വെച്ച യെശയ്യാപ്രവചനത്തിൻ്റെ ചുരുളുകൾ വായിച്ച് നിന്റെ വരവും കാത്ത് കഴിയുന്ന ഒരു ഒറ്റ യഹൂദാ റബിമാരാണ് ഞങ്ങൾ. ഇന്ന് രാത്രി പ്രവചന സ്വരം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ഓർക്കണം, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് വരുവാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വരും നിശ്ചയം. അത് താമസിച്ചാലും അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഭക്തനാണ് ഈ നാളുകളിൽ നമ്മളെ എല്ലാം പ്രതീക്ഷ. അതുകൊണ്ട് തന്നെക്കുറിച്ച് കേട്ടറിഞ്ഞ വാക്കുകൾ വായിച്ചു കേട്ട ചക്രവർത്തി പൊട്ടിക്കരഞ്ഞ് നിലത്തെ മണ്ണുവാരി ചുംബിച്ചു. കോട്ടയ്ക്കകത്തേക്ക് കടന്നു. എങ്ങനെ തുറന്നതെന്നൊക്കെ അറിയില്ലല്ലേ. 5-ാം അധ്യായത്തിൽ പറയുക, ബേൽസസർ തൻ്റെ മഹത്തുക്കളിൽ 1000 പേർക്കൊരു വിരുന്നൊരുക്കി. 1000 VIP-കളും കൂടെ വന്ന പരിവാരങ്ങളെയും സ്വീകരിക്കാൻ വേണ്ടി സന്ധ്യാസമയത്ത് വിരുന്നൊരുക്കിയതാണ്. ഇവർക്കൊക്കെ അകത്ത് കിടക്കാൻ പ്രഭാതത്തിൽ തുറന്നിട്ടതാണ് ഇത്രയും വാതിൽ. സന്ധ്യയായപ്പോൾ അടയ്ക്കാൻ മറന്നു. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക, അതെന്തോ ഒരു ഗ്രൂപ്പ് മറവിയോ? മറന്നല്ല, വേറൊരു പ്രശ്നമാണ്. മഹാരാജാവടക്കം ആജ്ഞാനുവർത്തികൾ വരെ മദ്യപിച്ചും മതോന്മത്തരായി കോൺ തെറ്റി പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ അടിച്ച് പാമ്പായി വീലൂരി കിടക്കുക. ചെറിയ ബോധം വീഴുമ്പോഴൊക്കെ ചക്രവർത്തി ചോദിക്കുന്നുണ്ട്, കഥ കടച്ചോ? ഇന്നലെ വരെ ഉത്തരവെന്ന് പറഞ്ഞ നിന്നവൻ പറയാ, അളിയ ചുമ്മാ ഇരിക്കണം. ചക്രവർത്തിയെ വിളിക്കുക അളിയ. കണ്ടോ, ഇവനെ ചെന്ന് കഴിഞ്ഞാലുള്ള ഗതിയേടാ. ലേലുയ, കഥ കടച്ചില്ല. കോരശിൻ്റെ സേന അങ്ങോട്ട് കയറി പെരുക്കി അടി അങ്ങോട്ട് തുടങ്ങി. അടിക്കുന്നതിന് മുമ്പ് ദൈവം ചുവരിൽ എഴുതി വെച്ചു, നിൻ്റെ രാജ്യത്വം തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടു. ഇതായി പുസ്തകത്തിലെ ദൈവം. ചുമ്മാ ഒളിച്ചും പാത്തൊന്നും ചെയ്യരുന്നേ. അതുകൊണ്ട് ഈ സുവിശേഷം കേൾക്കുമ്പോഴോർക്കണം, ഈ പുസ്തകത്തിൽ പറഞ്ഞതെന്തോ അതൊക്കെ നടപ്പിലാക്കുന്നവനാ ഇതിൻ്റെ അധികാരി. അന്ന് തകർന്നതാ ബാബിലോൺ. ഞാൻ പ്രസംഗിക്കുന്ന രാത്രി വരെ പുനർനിർമ്മിച്ചിട്ടില്ല. നിങ്ങളെ സൗകര്യപ്പെടുമെങ്കിൽ അവസരം കിട്ടിയാൽ ഈ ബാബിലോണിൻ്റെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന കോട്ടയും പരിസരമൊക്കെ കാണാൻ പറ്റും. ഇറാഖിൽ ഇപ്പോഴും കിടപ്പുണ്ട്. നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ട് അങ്ങോട്ട് നേരിട്ട് പോകാൻ വയ്യ. UAE-ലൊക്കെ ജോലി ഉണ്ടെങ്കിൽ അവിടെ പോകാം, കുഴപ്പമൊന്നുമില്ല. ആ സ്ഥലത്ത് ഒരു പഴയ റെയിൽവേ സ്റ്റേഷനുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് സിറ്റി ഓഫ് ബാബിലോൺ. അവിടെ ചെന്ന് വണ്ടി ഇറങ്ങിയാൽ ഈ ഗൈഡ് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും. നമ്മൾ പറയും ഗ്ലാസ്സൊക്കെ താഴ്ത്തിയിട്ട് വേണം, ഇതുവഴി മാത്രമേ നോക്കാവൂ പുറത്തേക്ക്, ഞങ്ങളറിയാതെ പുറത്തൊന്നും ഇറങ്ങരുത്. അവിടെ മുഴുവൻ വലിയ സന്നാഹങ്ങളാണ്. നിങ്ങൾക്കവിടെ കാണാം അന്ന് ചിതറിക്കിടക്കുന്ന ബാബിലോന്യ കോട്ടയുടെ കല്ലുകൾ. ദാനിയേലിനെ പോലുള്ള ദൈവമക്കളെ ഇട്ട 100 കണക്കിന് ശവക്കുഴികൾ, ഈ സിംഹക്കുഴികൾ, തീച്ചൂളകൾ, അവശിഷ്ടങ്ങൾ, അവിടെ കാടുകൾ തീർക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് കാണാം. യെശയ്യാ 13:19 മുതൽ ഒന്ന് വായിക്കാൻ എടുത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, അത്തരം 100 അനുഭവങ്ങളുടെ വഴികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു വരുമ്പോൾ ഈ ഗൈഡ് ഒരു 4 മണി നേരമൊക്കെ ആകുമ്പോഴേക്ക് പറയും, എല്ലാവരും തിരികെ വരണം, വണ്ടിയിൽ കയറണം, തിരിച്ചു പോവുക, ഇനി നിൽക്കരുത്. എന്താ കാര്യം എന്നറിയണ്ടേ? ഈ മണലുകൾക്കുള്ളിൽ ഒരു തരം കരിനാഗങ്ങളുണ്ട്, കൊത്തും. ബ്ലഡ് വലിച്ചു കുട്ടിക്കും, ആൾ മരിച്ചു പോകും. വലിയ പ്രശ്നമാണ്.
അതിനെ കൊല്ലാനൊക്കെ ആളുകൾ നടപ്പുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും കൊല്ലാനൊക്കത്തില്ല. പാമ്പിൻ്റെ പേര് പോലും മാറ്റി അതിഥി എന്നാക്കി കളഞ്ഞു. ഇപ്പോൾ ടി വിയിലൊക്കെ ഉണ്ടല്ലോ, ഇന്ന് നമുക്കൊരു അതിഥി ഉണ്ടെന്ന്. പണ്ടൊക്കെ വീട്ടിൽ നമുക്കൊരു അതിഥി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉത്സാഹമാണ്. കാരണം ഇച്ചിരി ഭക്ഷണമൊക്കെ നന്നായിട്ട് കിട്ടും. കോഴിയെ കൊല്ലും. ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കുന്ന അതിഥി ഉണ്ടെന്ന് പറഞ്ഞാൽ ആരാ? മൂർഖനോടങ്ങാണ്ട് കയറി ഇരിപ്പുണ്ടെന്ന്. അത് അതിഥി. കാലം പോയൊരു പോക്കെ. അവിടെ മേലിൽ ഇനി പാമ്പെന്നൊന്നും വിളിക്കും. നീ പാമ്പ് സാറെന്ന് വിളിക്കണം, അല്ലെ അതിഥി എന്ന് വിളിക്കണം. കാലം പോയണ്ടോ? അവിടെ തല്ലിക്കൊല്ലും. നരിച്ചീറുകൾ, കടവാതിലുകൾ, ഒട്ടകപ്പക്ഷികൾ, കുറുക്കന്മാർ, ഇവർ നമ്മുടെ സാധന സാമഗ്രികളൊക്കെ എടുത്തുകൊണ്ട് പോകും. അതിനാ ഈ വണ്ടിയൊക്കെ അടച്ച് സുരക്ഷമാക്കണം. അങ്ങനെ പോകണം. യെശയ്യാ എഴുതി വെച്ചൊരു ഭാഗം കേൾക്കണം. 13:19 മുതൽ പെട്ടെന്നൊന്ന് വായിച്ചേ. രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ ദൈവം സോദോമിനെയും ഗോമോറയെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. ആ അത്യുച്ചകോടിയിൽ, വികസനത്തിന്റെ അത്യുച്ചകോടിയിൽ സ്വർണ്ണനഗരമായി പണ്ട് കണ്ടിരുന്ന ബാബിലോണിനെ നോക്കി പ്രവാചകൻ പറഞ്ഞു, രാജ്യങ്ങളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ ദൈവം നിന്നെ സോദോമിനെയും ഗോമോറയെയും ആക്കിയതുപോലെ ആക്കും. പിന്നെ അതിൽ ഒരു നാളും കുടിപ്പാർപ്പുണ്ടാകിയില്ല. പിന്നെ തലമുറ തലമുറയോളം അതിൽ ആരും വസിക്കുകയുമില്ല. പിന്നെ അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കുകയില്ല. പിന്നെ ഇടയന്മാർ അവിടെ ആടുകളെ കെടുത്തുകയുമില്ല. മരുമൃഗങ്ങൾ അവിടെ കിടക്കും. അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും. ഒട്ടകപക്ഷികൾ അവിടെ പാർക്കും. പിന്നെ ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. അവരുടെ അരമനകളിൽ ചെന്നായ്ക്കളും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയിടും. മതി. ആ സ്ഥലത്തിന്ന് ചെന്നാൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. കുറുനരികൾ ഓലിയിടുന്ന, ചെന്നായ്ക്കൾ ചാടി നടക്കുന്ന, കരിനാഗങ്ങൾ ഇഴയുന്ന ഒരു ശവപ്പറമ്പ് പോലെ മഹാനായ നെബൂഖദ്നേസറിന്റെ ഭരണകൂടത്തിന്റെ ക്യാപിറ്റൽ സിറ്റി ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കിയ വാഗ്ദത്തങ്ങളുടെ പുസ്തകമായി ഇതെങ്കിൽ നിനക്കെതിരെ വരുന്ന ഒരായുധവും വലിക്കാതെ ഫലപ്രദമായി സംരക്ഷിക്കാമെന്ന് ഈ പുസ്തകം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നത് കൊണ്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ വചനം. ഈ ദൈവവചനം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനങ്ങളെല്ലാം നിറവേറി. ഇനി നിറവേണ്ടത് ഗൗരവമേറിയ ഒരു കാര്യവും അതിൻ്റെ അനുബന്ധങ്ങളും മാത്രമാണ്. അതെന്താണെന്ന് വിശ്വാസമുഖത്തിനറിയാം. നമ്മുടെ കർത്താവ് വരാറായി. ഇതുവരെ പറഞ്ഞ 100 പ്രവചനങ്ങൾ കൃത്യം നിറവേറി തെളിവ് കാണിച്ച ഈ മഹത് ഗ്രന്ഥം ഒരു കാര്യം വിളിച്ചു പറയുന്നു: ഈ നാളുകളിൽ ഒന്നിൽ കാഹളം ധ്വനിക്കും, തനിക്കായി കാത്തിരിക്കുന്നവരെ തീർക്കാൻ ഉലകരക്ഷകനായ യേശുക്രിസ്തു വാനവിരുവിൽ പ്രത്യക്ഷനാകും. അവന്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടാൻ കഴിയാതൊരാളെങ്കിലും ഈ രാത്രി വചനം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ മഹത്തര രക്ഷയുടെ ആ പദ്ധതിക്ക് പുറത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ രാത്രി യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിച്ചിട്ട് ഈ ഗ്രന്ഥം നെഞ്ചിരറ്റിൽ ആലിച്ചുകൊണ്ട് പറയണം: എൻ്റെ ഉടയവനെ, അങ്ങ് പറഞ്ഞതൊന്നും നടക്കാതിരുന്നില്ല. അങ്ങ് കാലത്തോട് സമ്പാദിച്ചത്, ചരിത്രത്തിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നിറവേറിക്കൊണ്ട് ലോകരാഷ്ട്രങ്ങൾ തകർന്നിടിഞ്ഞു കിടക്കുമ്പോൾ മറുവശത്ത് ഇസ്രയേൽ എന്ന രാഷ്ട്രം ഇതാ പച്ചപിടിച്ച് വീണ്ടും മരുഭൂമിയായിരുന്ന സ്ഥലം മലവാടിയായി മാറിക്കൊണ്ടിരിക്കുന്നെങ്കിൽ അതൊക്കെ വിളിച്ചു പറയുന്നൊരു സൂചന നമ്മുടെ കർത്താവായ യേശു വരാറായി. ഇതെല്ലാം ലക്ഷണങ്ങളാണ്. ഇന്ന് ഇസ്രയേൽ കാണുന്ന സംഭവ വികാസങ്ങളൊക്കെ കൃത്യമായി പറയേണ്ടതാ. സമയപരിമിതി കൊണ്ട് ഞാൻ കടക്കുന്നില്ല. ബഹുമാനരെ, ഇന്നൊരു കാര്യം കണ്ടോ? ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളെക്കുറിച്ച് ഞങ്ങൾ മുമ്പ് ചെയ്ത എല്ലാ ചർച്ചകളും നിറവേറിക്കഴിഞ്ഞു. ഞങ്ങളുടെ വീഡിയോയുടെ കാലം നിങ്ങളെടുത്ത് നോക്കിയാൽ മതി. മുമ്പ് സൂചിപ്പിച്ചതെന്തോ അതെല്ലാം കൃത്യം നിറവേറി. ആർക്കും വേണ്ടാതെ കിടന്ന ആ രാഷ്ട്രം ഇന്നൊരു മരുഭൂമിയായി, ഇത് മലർവാടിയായി. ഡേവിഡ് ബെൻ ഗൂരിയോൻ അധികാരമേറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യത്തെ ഭരണാധികാരിയായി 48 സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടി കൊടുക്കാൻ പൂക്കളില്ലാത്ത രാജ്യമായിരുന്നു. പൂക്കളില്ല, മരുഭൂമിയാണ്. ഒരു കാര്യമോ, പാരീസിലേക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പൂമാലകളും ബൊക്കകളും വരുത്തി കൊടുത്തു അദ്ദേഹത്തിന്. അത്ര ദരിദ്രാവസ്ഥയിലായിരുന്നു. പണമുണ്ട്, ഈ രാജ്യം വളരെ ദരിദ്രാവസ്ഥയിലാണ്. ആളുകളുടെ കയ്യിൽ പണമുണ്ട്. വിദേശത്തൊക്കെ വ്യാപാരം ചെയ്ത് കോടിക്കണക്കിന് ഡോളറും കൊണ്ടാണ് ചെന്നത്. പക്ഷെ രാജ്യം ശുഷ്കമാണ്, മരുഭൂമിയാണ്. ഇന്ന് ലോകത്തേറ്റവും അധികം പൂക്കൾ കയറ്റി അയക്കുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്താണ് ഇസ്രായേൽ. അവർക്കൊരു വലിയ ജലസ്രോതസ്സുണ്ട്. അതിൻ്റെ പേരാണ് ഗലീലിയക്കടൽ, ശുദ്ധജലം. മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു ശുദ്ധജല സ്രോതസ്. ആ വെള്ളം അമിത ഉപയോഗം കൊണ്ട് കുറയാൻ തുടങ്ങി.
കുറഞ്ഞ് ക്യാച്ച്മെൻ്റ് ഏറിയ താണ് വന്നപ്പോൾ സിറിയ, ഈജിപ്റ്റ്, യോർദാൻ ഈ രാജ്യങ്ങളിലെ ശാസ്ത്രസംഘം ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സമ്മേളിച്ചുകൊണ്ട് ഇതേക്കുറിച്ച് പഠിക്കാൻ ചെന്നിട്ട് പറഞ്ഞു 1996 ഗലീലിയക്കടൽ വറ്റും, വെള്ളം കിട്ടാക്കനിയാകും. മിഡിൽ ഈസ്റ്റിൽ 1 ലിറ്റർ പെട്രോളിന് കൊടുക്കേണ്ടതിൻ്റെ 10 മടങ്ങ് വില കൊടുത്തെങ്കിലേ 1 ഗ്ലാസ് വെള്ളം ദാഹത്തിന് കിട്ടൂ. ഈ സ്ഥിതിയിലേക്ക് ഇസ്രയേൽ മാറും. അവർ വിട്ടില്ല. വെള്ളം ഉപയോഗിക്കാതിരിക്കാനും വയ്യല്ലോ. മെഡിറ്ററേനിയൻ സമുദ്രത്തിലെ ഉപ്പുവെള്ളം പമ്പ് ചെയ്ത് നേരെ ഹെർമോന്യ മലയുടെ മുകളിൽ കയറ്റി. ആ മലമുകളിൽ വെച്ച് വെള്ളം ശുദ്ധീകരിച്ച് ക്വാളിറ്റി ഉള്ള ഉപ്പുണ്ടാക്കി. അവശേഷിച്ച വെള്ളം ശുദ്ധീകരിച്ച് മിനറൽസ് ഓരോന്ന് വേർതിരിച്ച അനന്തരം ഗലീലക്കടലിലേക്ക് തിരിച്ചൊഴുക്കി. ഉപ്പുവെള്ളം ശുദ്ധീകരിച്ച് ഗലീലിയക്കടലിൽ തിരിച്ചൊഴുക്കിയപ്പോൾ വെള്ളം ഉയരാൻ തുടങ്ങി. അത്ഭുതമൊന്നുമല്ല. 96 അതിനുള്ളിൽ ഇത് വറ്റി വരണ്ട് നാമാവശേഷമാകുമെന്ന് കണ്ടെത്തിയ ശാസ്ത്രസംഘം വന്ന 3 രാജ്യങ്ങളുണ്ട്. സിറിയ, ഇന്ന് സിറിയൊന്നുമില്ല, സിറിയ, യോർദാൻ, ഈജിപ്റ്റ്. ഈ 3 രാജ്യങ്ങളിലേക്ക് 93 3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുപ്പിവെള്ളം കയറ്റി അയച്ച് ലാഭം കൊയ്യുന്ന രാജ്യമായി. എന്താ രാജ്യത്തിലുള്ള സയൻറ്റിസ്റ്റുകളുടെ തല, അവരുടെ ബുദ്ധിവൈഭവം എന്താ? അതിന് കാരണം ഒത്തിരി ഉണ്ടേ. ഞാനതിലേക്കൊന്നും കടക്കുന്നില്ല, നേരവുമില്ല. ഈ രാജ്യം തളിർത്ത് പച്ച വിടുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായ രോഗിയൊന്നും അല്ലെന്നേ. അങ്ങനെ എന്തായിരിക്കില്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. സ്തോത്രം. ഞാനിത് പറയുമ്പോൾ കോവളം വഴി ഞാൻ ട്രിവാൻഡ്രത്തൊരു കൺവെൻഷന് പോകുമ്പോൾ കുറേ പേര് ഈ ഒരു ബോർഡും ഒക്കെ പിടിച്ചൊരു സമരം, ഒരു ജാഥ വരിക. അപ്പം ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കി ഒരു ചായ കുടിച്ചേക്കാന്ന് ഓർത്ത് അടുത്ത കടയിലേക്ക് കയറി. ഇവരും അവിടെ കൊണ്ട് നിർത്തി ഒരു വിശദീകരണ യോഗമാണ്. അപ്പം ഞാൻ ഈ ബോർഡ് വായിച്ചപ്പോൾ പാലസ്തീൻ ഐക്യദാർഢ്യം. അപ്പം ഞാനിവരുടെ ഈ ലേഖയൊക്കെ മേടിച്ചു, പുസ്തകങ്ങളൊക്കെ വില കൊടുത്ത് മേടിച്ചു. എന്നോട് വലിയ താല്പര്യം തോന്നി. ഞാൻ പറഞ്ഞു, സാറേ ഇതെന്തുവാ? അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, അറിഞ്ഞില്ലേ, നിങ്ങളെപ്പോലുള്ളവർ അറിയണമല്ലോ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, പിഞ്ചോമനകൾ പാലസ്തീനിൽ നിഷ്കരുണം കൊല്ലപ്പെടുക. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളൊരു സമ്മേളനം നടത്തുക, പദയാത്ര ഈ സമ്മേളനവും. ഞാൻ പറഞ്ഞു, എൻ്റെ എല്ലാ പിന്തുണയും നിങ്ങൾക്കൊണ്ട്. നേരമില്ലല്ലേ, ഞാനിവിടെ 2 വാക്ക് പറഞ്ഞിട്ടേ പോകുള്ളായിരുന്നു. അവർക്ക് വലിയ സന്തോഷമായി. എൻ്റെ പിന്തുണ ഇപ്പോഴും ഞാൻ പിൻവലിച്ചിട്ടില്ല. എൻ്റെ കാരണം എനിക്കതിനോട് യോജിപ്പേ ഉള്ളൂ. കാരണം പ്രശ്നം നടക്കുന്നത് പാലസ്തീനിൽ, പ്രകടനം നടക്കുന്ന കോവളത്ത്. നല്ല കാര്യമാണ്. തടി കേടാകാതിരിക്കാൻ അതാ നല്ലത്. ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് പ്രകടനം ചേലക്കരെ നടത്തിക്കോണം. അങ്ങോട്ട് എല്ലാം പാടില്ലായിരുന്നോ? പുകച്ചിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും കിട്ടത്തില്ല. ആവിയായി പോകുന്ന ടെക്നോളജി. നമ്മൾ അവരോട് കൂടുതൽ ആയുധം വാങ്ങും. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ആയുധ ഉൽപ്പാദകരിലൊന്നാണ് ഇസ്രയേൽ. അവരോട് ഏറ്റവും അധികം ആയുധം വാങ്ങുന്നൊരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ കുഴപ്പമുണ്ടേ, അവൻ ഈ റൈഫിളും പ്രധാനപ്പെട്ട ആയുധങ്ങളൊക്കെ തന്നിട്ട് നമുക്കൊന്ന് അരിശം കയറിയിട്ട് നേരെ അവനിട്ട് കൊടുത്തേക്കാന്ന് ഓർത്തൊന്ന് വലിച്ചു നോക്കിയോ, വർക്ക് ചെയ്യല. ഇത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാന്ന്. ഏവനിട്ട് വടിച്ചോണം, പക്ഷേ ഇങ്ങോട്ട് തിരിഞ്ഞാൽ കളി മാറും. ഏക്കുകയല്ലെന്ന് മനസ്സിലായോ? അത്തരം ആയുധമാണ് കൊടുത്തിരിക്കുന്നത്. അതവർ ഫ്രീ ആയിട്ട് ആർക്കും ആയുധം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആർക്ക് വേണം വില തരിക, തന്നേക്കാം. നിങ്ങൾ ഏത് സാധനം ഞങ്ങൾ ഉണ്ടാക്കിയത് പ്രയോഗിച്ചാലും ഒരു ജൂതനും ഏക്കുകയില്ല. ഒരു ജൂതൻ ഇവിടെ ഇരുന്നാൽ പോലും പ്രയോഗിക്കുന്ന ആയുധം അവനെ ബാധിക്കാത്ത വിധത്തിൽ, അവൻ്റെ ജനിതക ഘടനയുടെ രഹസ്യം കണ്ടെത്തി അവനെ ബാധിക്കാത്ത വിധത്തിലാണ് ഇത് ചാർട്ട് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അവനോട് കയറി കളിച്ച് ആവശ്യമില്ലാത്തവരൊന്നും പോകരുത്, വിജയിക്കില്ല. വചനം പറയുന്നുണ്ടേ, അന്നാളിൽ അവരിൽ ഏറ്റവും ചെറിയവൻ ദാവീദിനെ പോലെ യോദ്ധാവായി മാറും. ഏറ്റവും ചെറിയവൻ ആരെപ്പോലെ ഇരിക്കും? ദാവീദിനെ പോലെ യോദ്ധാവ്. അപ്പോൾ വലിയവൻ്റെ കാര്യം പറയാനുണ്ടോ? ഇതൊക്കെ വായിക്കണം. നിങ്ങളേ ക്രൈസ്തവരല്ലാത്ത ചില ആളുകൾ, ഞങ്ങളെപ്പോലെ അല്ലാത്ത ചില ആളുകൾ ABC ന്യൂസൊക്കെ ചാനലൊക്കെ ഉണ്ടല്ലോ, അത് പോയി കാണണം. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ചില സുഹൃത്തുക്കൾ, അക്രൈസ്തവരായ സഹോദരന്മാർ അവർ നടക്കുന്ന സംഭവവികാസങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആവേശം വരുന്ന വിധത്തിലെ കഥകൾ. അതിൽ ചെറിയ ടെക്നിക്കൽ ഇറേഴ്സൊക്കെ ഉണ്ട്, അത് പോട്ടെ. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ സർവ്വസ്വാധീനത
അത് മുമ്പോട്ട് വച്ച പ്രവചനത്തിൻ്റെ ശക്തി അതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്നിവിടം വിട്ടുപോകുമ്പോൾ ഈ പുസ്തകം ഹൃദയത്തിൽ ഏറ്റെടുക്കണം. ഇതിൻ്റെ ജനയിതാവിനെ ഹൃദയത്തിൽ സ്വീകരിക്കണം. അവൻ നമ്മുടെ ജയമാണ്, അവൻ നമ്മുടെ ആഘോഷമാണ്, അവൻ നമ്മുടെ ആനന്ദമാണ്. ഇസ്രായേൽ ഇങ്ങനെ പച്ച പിടിക്കുന്ന കാണുമ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: ഒടുക്കം ജീവൽ പ്രതിസന്ധിയുടെ കാഠിന്യത്തിൽ അവർ കുത്തിയവങ്കലേക്ക് നോക്കും, അവർ പീഡിപ്പിച്ചവങ്കലേക്ക് നോക്കും. അവർ വിലാപ്പുറം കുത്തിത്തുളച്ച്, കൈകാലികൾ കുത്തിത്തുളച്ച് മാരക മരക്കുരിശിൽ അടിച്ചു കൊന്ന ക്രൂരതയുടെ പര്യായമായ യഹൂദപ്പരിശകൾ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ അനന്തരഫലമായി സംഭവിച്ച സംഭവവികാസങ്ങളുടെ മറുകരയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായി നമുക്കറിയാം. നസ്രായൻ യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചിട്ട് പീലാത്തോസ് വിളിച്ചു പറഞ്ഞു, അവൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. കൈ കഴുകി മാറിയപ്പോൾ ആ അറംകൊലയ്ക്ക് കൂട്ടുനിന്ന് ജൂതന്മാർ വിളിച്ചു പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും സന്തതി മേലും വരട്ടെ. പരിണിതഫലമായിട്ട് എന്തു പറ്റി? ഹിറ്റ്ലർ, മുസോളിനി, അറിയപ്പെടുന്ന സർചക്രവർത്തിമാർ ഉലകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ജൂതന്മാരുടെ ശവശരീരങ്ങൾ കൊണ്ട് യൂറോപ്പിൻ്റെ കിടങ്ങറ മുഴുവൻ നിറച്ച് അവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെ, അതിൻ്റെ ശക്തി ചൈതന്യത്തെ ഉള്ളളവിൽ ഏറ്റെടുക്കാൻ കഴിയാതെ ഒരു ജനതയ്ക്ക് പതനം വന്നപ്പോൾ മറുഭാഗത്ത് നമ്മളും പറഞ്ഞു, ആ രക്തത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്കൊന്ന് വരട്ടെ, ഞങ്ങളുടെ തലമുറകളിലേക്ക് വരട്ടെ. അത് പ്രതീക്ഷിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. ചിലക്കത് ന്യായവിധിയുടെ അടയാളമായി മാറിയപ്പോൾ യേശുവിൻ്റെ രക്തം നമുക്ക് വിടുതലായി, രോഗശാന്തിയായി, പാപത്തിൽ നിന്നുള്ള മോചനമായി ഇന്ന് രാത്രിയും വ്യാപരിക്കുന്നെങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉലകത്തോട് പറയാ, അവൻ്റെ പുത്രന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന് വീണ്ടെടുപ്പുണ്ട്. കാൽവരുടെ കൊലമരത്തിൽ നിന്ന് മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ഒഴുകുന്ന പുണ്യാക രക്തത്തിൽ നമ്മുടെ അതിക്രമങ്ങളെ മുഴുവൻ അവൻ എന്നേക്കും ക്ഷമിച്ച വിളംബരം അവിടെ നടക്കുന്നു. ആ രക്തത്തെ നോക്കി, ആ ക്രൂശിനെ നോക്കി നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ട് പറയാം, അങ്ങാണ് ഞങ്ങളുടെ രക്ഷകൻ. ഈ രക്ഷകനെ ആർക്ക് വേണം? ഈ രക്ഷക സാന്നിധ്യം ആർക്ക് വേണം? അതിലെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. രോഗിയാണോ നിങ്ങൾ? തീർച്ചയായിട്ടും സൗഖ്യമുണ്ടേ. അത് ഞങ്ങളുടെയൊക്കെ അനുഭവമാണ്. സ്തോത്രം. ഇന്നും അത് അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വമർപ്പിക്കുന്നു. ഞങ്ങളാരും ദിവ്യന്മാരല്ല, ഞങ്ങളാരും അത്ഭുത പ്രവർത്തകരല്ല. പക്ഷെ ഞങ്ങൾ പ്രവർത്തിക്കുന്ന, പ്രസംഗിക്കുന്ന യേശുവിന് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. അവിടുത്തെ കൊണ്ട് അസാധ്യമായ ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, ശേഷം മനുഷ്യരെക്കാൾ ഞങ്ങൾക്കൊരു വിശേഷതയുമില്ല. ഞങ്ങൾ പ്രസംഗിക്കുന്നവൻ വിശേഷതയുള്ളവൻ, അസാധാരണത്വമുള്ളവൻ, അവന് തുല്യനായി ഒരുവനുമില്ല. അവനോട് തുലനം ചെയ്യാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അവിടുന്ന് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട്. അവിടുന്ന് തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു കൊണ്ടിരിക്കുക, നിങ്ങളെ തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക. മറ്റൊരു കാര്യം, ഞങ്ങളെ ഈ സൗഖ്യം കിട്ടിയത് കൊണ്ട് മാത്രമല്ല അവൻ അനുഗമിച്ചത്. ചിലർ തീരുമാനം കൈക്കൊണ്ടേ, ചിലർ സമർപ്പിച്ചേ പറ്റൂ. 2-3 മിനിറ്റ് കൂടി ശ്രദ്ധിച്ചേ പ്രിയരേ. യേശു അത്ഭുതം ചെയ്തു. അത് കാണുന്നത് തന്നെ വലിയ സന്തോഷം അല്ലേ? അത് ഈ മാജിക്ക് പോലൊന്നും അല്ലല്ലോ. ആവശ്യകതയുടെ നടുവിലാണ് യേശു ഒരു അത്ഭുതം ചെയ്യുന്നത്. സ്തോത്രം. 5 അപ്പോൾ 5000 കൊടുത്തു, അങ്ങനെയല്ലേ? പുരുഷന്മാരുടെ എണ്ണം 5000. സ്ത്രീകളുടെ കണക്ക് അവിടെ വരാഞ്ഞത് കണക്കില്ലാതെ അന്നത്തെ സ്ത്രീകൾ ഭക്ഷിച്ച് കാണും. അതുകൊണ്ടാണ് ഇന്ന് അത് തിരുത്താൻ അവസരമുണ്ട്. പോട്ടെ, പുരുഷന്മാരുടെ മാത്രം കണക്കുണ്ട് 5000 പുരുഷന്മാർ. കുറേ കഴിഞ്ഞ് അടുത്ത ദിവസം ആളുകൾ യോഗത്തിന് വന്നു. നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു പ്രയോഗം യേശു പറയുക, നിങ്ങൾ അപ്പം തിന്നുകൊണ്ട് അന്വേഷിച്ച വചനത്തിന് വേണ്ടി വന്നതല്ലെന്ന്. ശോ, നമ്മളാണെങ്കിൽ പറയും കർത്താവെ ആക്ഷേപിക്കുകയാണോ? എന്നാൽ സത്യമായിരുന്നു. എന്താണെന്നറിയുന്നത്, കേവലം ഒരപ്പമല്ല, നിറമില്ലാത്ത, രുചിയില്ലാത്ത, ഡിമാൻഡ് കുറഞ്ഞ യവത്തപ്പം. യവം സാധാരണഗതിയിൽ കുതിരയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ്. മനുഷ്യനും കഴിക്കും ദാരിദ്ര്യത്തിൻ്റെ കാഠിന്യത്തിൽ. ഈ അപ്പം ഇച്ചിരി കയ്പൊക്കെ. ഈ അപ്പം അങ്ങോട്ട് മുറിച്ച് നുറുക്കി ഭക്ഷിച്ചവൻ സാക്ഷ്യം പറയുക, കഴിഞ്ഞ യോഗത്തിൽ പോയപ്പോൾ ഒരു മുറി യവത്തപ്പം അതങ്ങോട്ട് കഴിച്ചപ്പോൾ എന്തൊരു സുഖം. കണ്ണിൻ്റെ കാഴ്ച ഇരട്ടിച്ചു, ശരീരത്തിന് നല്ല ബലം, ഓർമ്മശക്തി വർദ്ധിച്ചു, വിനയവും താഴ്മയും സൗമ്യതയൊക്കെ ഉണ്ടായി. കാരണം യേശു തന്നാലേ ആ കയ്യിലൂടെ കയറി ഇറങ്ങിയാൽ തനത് സ്വഭാവമൊക്കെ മാറി പുതിയതൊന്നായിട്ട് മാറും. ഇതുകൊണ്ട് അവർ പിന്നെയും വന്ന്
ഈ അപ്പം തിന്നവൻ ഇതിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞപ്പോൾ പിന്നെയും അപ്പം തിന്നാൻ ആൾ വന്നപ്പോൾ യേശു ഈ പ്രോഗ്രാമെ നിർത്തിക്കളഞ്ഞു. കാരണം വചനം വേണ്ട, അപ്പം മതി. ഇന്ന് പല അത്ഭുതവും നടക്കാത്തതിൻ്റെ കാര്യം എന്താ? യേശുവിനെ വേണ്ട, യേശു തരുന്നത് മതി. മനസ്സിലാകുന്നുണ്ടോ? ഡോണ്ട് വെയിറ്റ് ഫോർ ദ ഗിഫ്റ്റ്, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യു പ്ലീസ് വെയിറ്റ് ഫോർ ദ ഗിവർ. അത് തന്നവനെ കാത്തിരിക്കണം. കാരണം അവൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചു വെക്കോ, ഇതുവരെ ആർക്കും കൊടുക്കാത്തത് നിനക്ക് വേണ്ടി തരാൻ അവൻ്റെ കരത്തിൽ ഇന്ന് രാത്രിയുണ്ട്. താങ്കൾ ഇതുവരെ പ്രാപിച്ചതല്ല, ഏറ്റവും നൂതനം, ഏറ്റവും വ്യത്യസ്തമായി ഒന്നുകൂടി തന്നിട്ടേ അവൻ നിന്നെ ഇന്ന് അയക്കൂ. ഹൃദയംഗമായി വിശ്വസിച്ചാട്ടെ. ഉറപ്പ് കേസാണ് നീ. എന്നാലേ ഒരു കാര്യം ഞാൻ പറയും, എന്തെങ്കിലും തരുന്ന, അത്ഭുതം ചെയ്യുന്ന യേശുവിനെ കാണാൻ ആളുകൾ ഇഷ്ടം പോലെ ഇടിച്ചുകൂടും. കടലിൻ മീതെ യേശു നടക്കുന്ന കാണുന്നത് തന്നെ ആവേശമാണ്. ലാസറിനെ ഉയർപ്പിച്ച വാർത്ത കേട്ടാൽ നമ്മൾ ഓടിച്ചൊല്ലും, ആവേശപ്പെടും. ഇനി നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറഞ്ഞു നടത്തണേ. ഞാൻ ചോദിക്കട്ടെ, ഈ ജീവൻ്റെ അപ്പമായവൻ കാൽവറിയിൽ നുറുങ്ങപ്പെടുമ്പോൾ ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ നിങ്ങളിൽ എത്ര പേർക്ക് മനസ്സുണ്ട്? എനിക്ക് അവിടെ നിൽക്കണം, ക്രൂശിൻ്റെ ചുവട്ടിൽ. രണ്ട് കൈകളിലും അണികടിച്ച്, കാലുകളിൽ അണികടിച്ച്, ചലനശേഷി നഷ്ടപ്പെട്ട്, മുഖം കൊണ്ട് മാത്രം സംസാരിക്കുന്ന, മുഖഭാഷ കൊണ്ട് മാത്രം സംസാരിക്കാൻ കഴിയുന്ന വിധത്തിൽ സ്തബ്ധരാക്കി ലോകമിട്ടവനെ കണ്ടിട്ട് ആർക്ക് പറയാ, ഇതെൻ്റെ രക്ഷകൻ, ഇതെൻ്റെ വീണ്ടെടുപ്പുകാരൻ, എനിക്ക് നിന്നെ വേണം, നിൻ്റെ ശക്തിയും ചൈതന്യവും വേണം. പഠിപ്പിച്ച 12 ശിഷ്യന്മാരിൽ ഒരുവൻ മാത്രം ഇവിടെയുള്ളൂ, യോഹന്നാൻ. ദുർബലരായ ഒരുപറ്റം സ്ത്രീകൾ അവിടെ നിപ്പുണ്ട്. അവരിങ്ങനെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറയും, ബൃഹത്തായ കഴുതപ്പുറത്തെ ശക്തിപ്രകടനത്തെക്കാൾ ആരവാരമിട്ടുകൊണ്ട് ആളുകൾ ചുറ്റും കൂടുന്ന കടലിൽ മീതെ യാത്രയേക്കാൾ ഭക്തന്റെ ഹൃദയത്തിൽ തുടികൊട്ടുന്ന, ആനന്ദം പ്രദാനം ചെയ്യുന്ന പ്രാർത്ഥനായിടം കാൽവരിയുടെ കൊലമരമാണ്. അത് കാണുമ്പോൾ ദുഃഖമല്ല ജനിക്കേണ്ടത്. അത് കണ്ട പലർക്കും അർത്ഥം ഗ്രഹിക്കാൻ കഴിയാതെ തിരിച്ചുപോയപ്പോൾ കാലമേറെ കഴിഞ്ഞ് ആ ക്രൂശ് വെളിപ്പാടിൽ കണ്ടിട്ട് ധന്യനായ പൗലോസ് പറയുക, ചട്ടങ്ങളാൽ നമുക്ക് വിപരീതമായ കൈയെഴുത്ത് മായ്ച്ച് ശത്രു സൈന്യത്തെ മുഴുവൻ ആയുധം വെപ്പിച്ച് കീഴടക്കി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടുകയാണ്. ഇന്ന് രാത്രി ജയിക്കുന്ന ഈ ക്രൂശ് എന്ന ചിഹ്നം ഉയർത്തിക്കാട്ടി ഗ്രാമവാസികൾ ഞങ്ങൾ പറയട്ടെ, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ സംഗതി വരരുത്. ഈ ക്രൂശ് ആർക്ക് വേണം? ഈ ക്രൂശിക്കപ്പെട്ടവനെ ആർക്ക് വേണം? ഉദ്ധിതനായ ക്രിസ്തുവിലേക്കുള്ള യാത്രയ്ക്ക്, പുനരുദ്ധാനം ചെയ്യുന്ന ക്രിസ്തുവിലേക്കുള്ള യാത്രയ്ക്ക്, മടങ്ങിവരവിലേക്ക് അനുനയിക്കപ്പെടുന്ന ക്രിസ്തുവിലേക്കുള്ള യാത്രയ്ക്ക് ക്രൂശില്ലാതെ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് നിന്റെ ക്രൂശ് ചുമക്കണം, എനിക്കങ്ങേ അനുധാവനം ചെയ്യണം. കണ്ണുകളടച്ചേ, പ്രാർത്ഥനയ്ക്കൊരുങ്ങിക്കേ. കണ്ണടച്ചിട്ടുള്ള സഹോദരങ്ങളോടൊന്ന് പറയാം, ഒരു പുതുലോകത്തിലേക്ക് വേണം ആ കണ്ണ് തുറക്കാൻ. ഒരു വ്യത്യസ്തയുടെ അനുഭവത്തിലേക്ക് വേണം ആ കണ്ണ് തുറക്കാൻ. യേശുവേ, ഞാൻ നിൻ്റെ പൈതലായിത്തീരുന്നു. എനിക്ക് നിന്നെ അനുഗമിക്കണം, എനിക്ക് നിൻ്റെ മകനാകണം, എനിക്ക് രക്ഷയുടെ സന്തോഷം ആരായണം, എനിക്ക് നിൻ്റെ ക്രൂശ് ചുമക്കണം. ഞാൻ രോഗിയ, എന്നെ ഒന്ന് സ്പർശിക്കണം, എന്നെ അടിമുടിയൊന്ന് സാന്ത്വനപ്പെടുത്തണം, എനിക്ക് നിൻ്റെ മകളാകണം. ആരോടും പറയാത്ത വീർപ്പുമുട്ടുന്ന വേദനയുടെ ആഴങ്ങളില്ല ഞാൻ. തീർച്ചയായും പ്രവർത്തിക്കുന്ന യേശു. ആഗ്രഹമുള്ളവർ കരമുയർത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചില കരമുയർത്തുന്നു, ചില കുഞ്ഞുങ്ങൾ കരമുയർത്തുന്നു, യൗവനക്കാർ കരമുയർത്തുന്നു, സഹോദരിമാർ കരമുയർത്തുന്നു. ലജ്ജ കൂടാതെ ഉയർത്തണം ആ കരം. ലജ്ജ കൂടാതെ കരമുയർത്തിയാട്ടെ. യേശു സ്പർശിക്കുന്നവർ കരമുയർത്തിയാട്ടെ, കരമുയർത്തിയാട്ടെ. യേശുവിനെ അനുധാവനം ചെയ്യാൻ, യേശുവിനെ അനുഗമിപ്പാൻ, യേശുവിൻ്റെ മക്കളാകാൻ ഹൃദയാന്തർഭാഗത്ത് പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നവർ മാത്രം, ആത്മാവ് പ്രേരിപ്പിക്കുന്നവർ മാത്രം കരമുയർത്തണം. ആ കരം താഴ്ത്തിയിടുക. പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കരമുയർത്താം. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരാൾ പുറത്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കരമുയർത്താം. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. തീർച്ചയായും ആ പ്രാർത്ഥനാന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. കർത്താവ് ഇന്ന് രാത്രി വചനങ്ങൾ കൊണ്ട് സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.